Hello friends, welcome to SAT, Sunday Institution Syndrome. നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ് 11 അക്കൗണ്ടൻസി ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് പാർട്ട് 9 ബേസിക് അക്കൗണ്ടിംഗ് ടേംസ്. ബിസിനസ് ട്രാൻസാക്ഷൻ ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. വാട്ട് യു മീൻ ബൈ ബിസിനസ് ട്രാൻസാക്ഷൻ? നമുക്കറിയാം, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈമാറ്റമാണ്. അതായത് ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു കൈമാറുക. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ തേങ്ങയ്ക്ക് പകരം എന്താണ് മാങ്ങ കൊടുക്കും, മാങ്ങയ്ക്ക് പകരം ചക്ക കൊടുക്കും. അത് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. എന്നാൽ മണി വന്നതിന് ശേഷം നമുക്ക് മണി സേവ് ചെയ്യാം. ഇപ്പൊ ഒരു സാധനത്തിന് പകരം നമ്മൾ മണി കൊടുക്കും, അല്ലെ? എന്നാൽ എപ്പോഴും നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കടത്തിന് എന്താണ് സാധനം വാങ്ങിച്ച് പിന്നീട് ക്യാഷ് കൊടുക്കും. അപ്പൊ രണ്ട് തരത്തിലുള്ള ട്രാൻസാക്ഷൻ ആണുള്ളത്, കൈമാറ്റമാണുള്ളത്. ഒന്ന് ക്യാഷ് അല്ലെങ്കിൽ എന്താണെന്ന് ക്രെഡിറ്റ്. എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ? ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കൈമാറ്റങ്ങളെ നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയും. The term transaction in the business refers to business dealing. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോഴാണ്, ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അതിനെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് നമ്മൾ പറയാം. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമായിരിക്കണം. നമ്മളൊരു ചാരിറ്റിക്ക് ഒരു 100 രൂപ കൊടുക്കുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല. ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി, അതൊരു പ്രവൃത്തിയാണ്. ദാറ്റ് ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മണീസ് വർത്ത്. ഒന്നില്ലെങ്കിൽ പൈസ, ക്യാഷ്, അല്ലെങ്കിൽ ക്യാഷിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ക്യാഷിന് ഈക്വൽ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ കൈമാറണം. ആരൊക്കെ തമ്മിൽ? ബിറ്റ്വീൻ പാർട്ടീസ്, വ്യക്തികൾ തമ്മിൽ. ആൻഡ് ബ്രിങ്സ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ഇപ്പൊ നോക്കൂ, ഞാനൊരു സാധനം നിങ്ങൾക്ക് വിറ്റാൽ, ഒരു ഗുഡ്സ് നിങ്ങൾക്ക് വിറ്റാൽ, അത് നിങ്ങൾ എനിക്ക് പൈസ തരും. അപ്പോൾ അത് എനിക്ക് എന്ത് കിട്ടുകയാണ്? വരുമാനം കിട്ടുകയാണ്. അപ്പൊ എന്റെ ഫിനാൻഷ്യൽ പൊസിഷനിൽ എന്തുണ്ടാവുകയാണ്? ഒരു മാറ്റം ഉണ്ടാവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? It indicates each individual activity is done in a business with a common aim of making profit. ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ട്രാൻസാക്ഷൻ ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഒരാൾക്ക് ദാനം ചെയ്യുന്നത് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല. അവിടെ നമുക്കൊരു ലാഭം കിട്ടുന്നില്ല. എ ബിസിനസ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ്. ഒരുപാട് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്. ലൈക്ക് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഗുഡ്സ്. അത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചിട്ടാണല്ലോ വിൽക്കുന്നത്. അപ്പൊ നമ്മൾ പോയി വാങ്ങിക്കുന്നത് ഒരു ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കാം, അല്ലെങ്കിൽ കടത്തിന് നമ്മൾ വാങ്ങിക്കാം. രണ്ടാമതൊരു എക്സാമ്പിൾ പറയുന്നത് പേയ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ട്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ബാങ്കിൽ ക്യാഷ് കൊണ്ടുവരണം. നമ്മൾ വണ്ടിയില്ല, ഉടനെ ബസ്സിൽ കയറിയാണ് പോയത്. അല്ലെങ്കിൽ വണ്ടിക്കാണെങ്കിലും പെട്രോൾ അടിക്കണം, ബസ്സിലാണെങ്കിലും നമ്മൾ ടിക്കറ്റ് ചാർജ് എടുക്കണം. അത് ട്രാൻസ്പോർട്ടിന് വേണ്ടി വന്ന ചെലവാണ്. അല്ലെങ്കിൽ സാധനങ്ങൾ നമ്മൾ വിൽക്കാൻ വേണ്ടി ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്ക് നമുക്കൊരു വണ്ടിയിൽ കൊണ്ടുപോകണം. അതൊക്കെ എന്താണ്? പേയ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ട്, ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയാം. പേയ്മെന്റ് ഓഫ് വേജസ്. നമ്മുടെ സ്ഥാപനത്തിൽ വേജസ് എന്ന് പറഞ്ഞാൽ കൂലിയാണ്, കൂലി കൊടുക്കാം. സാലറീസ്, മന്ത്ലി വർക്ക് ചെയ്യുന്നവർക്ക് സാലറി കൊടുക്കാം. സെയിൽ ഓഫ് ഗുഡ്സ്, നമ്മൾ സാധനങ്ങൾ വിൽക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടും, ക്യാഷ് കിട്ടും. അതാണ് സെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. കളക്ഷൻ ഓഫ് മണി, നമുക്ക് എന്താണ്? പൈസ കളക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഒരു ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ നമ്മൾ പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോ ആ കളക്ഷൻ ഓഫ് മണി ഒരു ട്രാൻസാക്ഷൻ ആണ്. ഈച്ച് ഓഫ് ദീസ് ആക്ടിവിറ്റീസ് ക്യാൻ ബി ടേംഡ് ആസ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. ഈ എല്ലാ ആക്ടിവിറ്റിയും നമുക്ക് എന്ത് വിളിക്കാം? ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. ട്രാൻസാക്ഷൻ ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു ടു. ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാഷ് ട്രാൻസാക്ഷൻ ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. നമ്മൾ ക്യാഷിനെ നടത്തുന്ന ട്രാൻസാക്ഷൻ ക്യാഷ്, എന്നാൽ കടം, നമ്മൾ പൈസ കൊടുക്കുന്നില്ല, നോ ക്യാഷ്, ഇതാണ് എന്ത്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ട് വേർഡ് നിങ്ങളിവിടെ മനസ്സിലാക്കണം. ക്യാഷ് നമുക്ക് മനസ്സിലാവും, ക്യാഷ് ട്രാൻസാക്ഷൻ, ക്യാഷിന് കൊടുത്തു വാങ്ങിച്ചു. ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഇല്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റിലെ ഈ എല്ലാ സാധനങ്ങളും ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചേക്കണതല്ല. ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇപ്പൊ ബ്രെഡിന്റെ, ഇപ്പൊ മോഡേൺ ബ്രെഡിന്റെ ആൾക്കാർ വന്നിട്ട് ഒരു 15 ദിവസത്തേക്ക് അവരുടെ ബ്രെഡ് വെച്ചിട്ട് അവർ പോകും. അല്ലെങ്കിൽ 10 ദിവസം, അല്ലെങ്കിൽ 5 ദിവസത്തേക്ക്. എന്താണ് ഐറ്റം? അതുകൊണ്ടെന്ന് അവരുടെ ഏത് ബ്രെഡുമായി ബന്ധപ്പെട്ട ഏത് ഐറ്റമാണോ അത് വെച്ചിട്ട് പോകും. എന്നിട്ട് അവർ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ 10 ബ്രെഡിന്റെ പാക്കറ്റ് വെച്ച് ഇപ്പോൾ ഒരെണ്ണുള്ളൂ. അപ്പൊ 9 വിറ്റിട്ടുണ്ട്. അപ്പൊ 9 ക്യാഷ് കൊടുത്താൽ മതി. അപ്പൊ അത്രയും നേരം നമ്മുടെ കയ്യിൽ ആ ബ്രെഡ് ഇരുന്നപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല സാധനം വാങ്ങിച്ചു വെച്ചത് വിൽക്കാൻ. അപ്പോ നമ്മൾ അവരത് എങ്ങനെയാ വാങ്ങിച്ചത്? ക്രെഡിറ്റിന്, അതായത് കടത്തിന്. ഓക്കെ. സോ ഡിപ്പെൻഡിങ് ഓൺ വെൻ ദ പേയ്മെന്റ് ഇസ് മെയ്ഡ്, എപ്പോഴാണ് നിങ്ങൾ പേയ്മെന്റ് നടത്തുന്നത് അതനുസരിച്ചാണ് നമ്മളത് ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ. അപ്പൊ തന്നെ പേയ്മെന്റ് നടത്തിയാൽ അത് എന്താണ്? ക്യാഷ്. പിന്നീട് നാളെയാണ് നടത്തണമെങ്കിൽ അത് എന്തായിരിക്കും? ക്രെഡിറ്റ് ആണ്. ഇപ്പോ അത് ക്രെഡിറ്റ് ആയിരിക്കും. ഇഫ് ദ പേയ്മെന്റ് ഇസ് ഡൺ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഈസ് എ ക്യാഷ് ട്രാൻസാക്ഷൻ. ആൻഡ് ഇഫ് ദ പേയ്മെന്റ് ഇസ് പോസ്റ്റ്പോൺ ടു എ ഫ്യൂച്ചർ ഡേറ്റ് ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. പേയ്മെന്റ് പെട്ടെന്ന് നടത്തുകയാണെങ്കിൽ അതെന്താണ്? ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. അല്ല ഭാവിയിലേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പിന്നെ തരാം എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ക്ലിയർ? ദാറ്റ്സ് ഓൾ അബൌട്ട് ബിസിനസ് ട്രാൻസാക്ഷൻ.
നെക്സ്റ്റ് ടൈം നമ്മൾ വെരി ഇമ്പോർട്ടന്റ് ടൈമാണ് അസറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ലെസൺ വണ്ണില് നമ്മുടെ പ്രാക്ടിക്കൽ ലെസൺസിൽ മോഡൽ ക്ലാസ്സിലൊക്കെ നമ്മൾ എടുത്തതാണ്. ബേസിക് ക്ലാസ്സിൽ എഴുതാമെന്നുള്ള ഒരിക്കൽ കൂടി പറയാം. അസറ്റ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ബിസിനസ്. ബിസിനസ് സ്വന്തമായിട്ടുള്ള വസ്തുക്കളാണ് എന്ത് അസറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ക്ലെയിം അഗെയിൻസ്റ്റ് പാർട്ടീസ് ആർ കളക്റ്റീവ്ലി കോൾഡ് എന്താണ് അസറ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ച് പേര് പൈസ തരാനുണ്ട്, അത് അസറ്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണ് കുറച്ച് ഫർണിച്ചർ ഉണ്ട്, അത് അസറ്റ് ആണ്. ഓക്കെ, അസറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു രണ്ട് ഇതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോൺ കറന്റ് അല്ലെങ്കിൽ അതിനെ ഫിക്സഡ് അസറ്റ് എന്ന് പറയും. നോൺ കറന്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്. അസറ്റ്സ് ദാറ്റ് ആർ ഇന്റൻഡ് ഫോർ പെർമനന്റ് യൂസ്. നമ്മൾ ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ്, കുറെ നാൾ ഉപയോഗിക്കാൻ പറ്റുകയാണ്. നമ്മൾ ഒരു തല്ലിപ്പൊളി മേശ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ പിന്നെയും വാങ്ങിക്കണം. അപ്പൊ നമ്മൾ എന്ത് അടിപൊളി മേശ വാങ്ങിക്കും, എന്തിനാണ് കുറെ നാൾ ഉപയോഗിക്കാൻ പറ്റും. കസേര നല്ലത് വാങ്ങിക്കും. അപ്പൊ നമ്മൾ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ നമ്മൾ ആലോചിച്ച് പണിയില്ല, എന്താണ് നല്ല ഫർണിഷ് ചെയ്യും. കാരണം അത് കുറെ നാൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പെർമനന്റ് യൂസ്, ഭാവിയിലേക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന അസറ്റ് ആണ് എന്താ ഫിക്സ്ഡ് അസറ്റ്. ഓക്കെ, വിത്ത് എയിം ഓഫ് ജനറേറ്റിംഗ് ഇൻകം ആർ കോൾഡ് നോൺ കറന്റ് അസറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്തിനാണ് ഈ ഫർണിഷിംഗ് ചെയ്യുന്നത്, നമുക്ക് ഭാവിയിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. ഓക്കെ, നോൺ കറന്റ് അസറ്റ്സ് ആർ നോട്ട് മീൻ ഫോർ സെയിൽ. അതൊന്നും നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിക്കണതല്ലേ. ഇപ്പൊ ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റ് ഇടുകയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ കമ്പ്യൂട്ടർ വാങ്ങിച്ചു വെച്ചിട്ട് അവിടെ എന്താണ് ഫർണിഷ് ഒക്കെ ചെയ്തിട്ട് ടൈലൊക്കെ ഇടുന്നത് വിൽക്കാനാണ്, പൊളിച്ച് വിൽക്കാനല്ല. അതൊക്കെ എന്താണ് ഇത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? കുറെ നാൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, എന്റെ ഭൂമിയും കെട്ടിടങ്ങളും, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് എക്സെട്ര. ഓരോ അസറ്റുകളെ കുറിച്ചും നമ്മൾ അസറ്റുകൾ എടുത്ത പോർഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക. കറന്റ് അസറ്റ് എന്താണ്? കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കറന്റ് അസറ്റ്സ് ആർ ദോസ് ഓൺ വിച്ച് കീപ് ഓൺ സർക്കുലേറ്റിംഗ് ഫ്രം ബിസിനസ് ടു ബിസിനസ്, പാർട്ടി ടു പാർട്ടി. ഇപ്പൊ നമ്മുടെ കുറച്ച് ബാങ്കിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു, വേറെ കൊടുത്തു, പിന്നെയും ക്യാഷ് വന്നു. ഈ ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഈ കറന്റ് അസറ്റിന്റെ പ്രത്യേകത. ദീസ് അസറ്റ്സ് ആർ നോട്ട് ഹെൽഡ് ഫോർ പെർമനന്റ് യൂസ്. ഭാവിയിലേക്ക് വേണ്ടി ഒരുപാട് നാളുകൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതല്ല കറന്റ് അസറ്റുകൾ. പെട്ടെന്ന് ഇപ്പൊ നമുക്ക് കുറച്ച് പേര് പൈസ തരാനുണ്ട്, അത് നമ്മൾ 10 വർഷം കഴിഞ്ഞിട്ട് മതി എന്ന് പറയോ? ഇല്ല, ഒരു 3 മാസം, മാക്സിമം പോയ 4 മാസം, അതിൽ കൂടുതൽ നമ്മൾ പൈസ വാങ്ങിച്ചിട്ട്. അപ്പോൾ അത്തരം അസറ്റുകൾ, അതായത് നമുക്ക് പൈസ തരാനുള്ളവർ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്നാണ് പറയാ. അത്തരം അസറ്റുകളൊക്കെ കറന്റ് അസറ്റ് ആണ്. They just come into the possession of the business during normal course of business. അതായത് കുറച്ചു കാലം മാത്രം നമ്മുടെ കയ്യിൽ അതെന്താണ് അസറ്റ് ആയിട്ട് നിൽക്കും. യൂഷ്വലി ബിലോ 1 year. More and more assets are added each day from one side and sold out or exchanged from the other side, which makes their balance always fluctuate. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അസറ്റ് വരുന്നു പോകുന്നു. ഒരാൾ നമ്മുടെ ഒരു 500 രൂപയുടെ സാധനം വാങ്ങിച്ചപ്പോ പിന്നെ തരാന്ന് പറഞ്ഞപ്പോ അയാൾ നമ്മുടെ അസറ്റാണ്. അയാൾ 2 ദിവസം കഴിഞ്ഞ് കൂടെ തന്നു, അപ്പൊ അസറ്റ് പോയി. അപ്പൊ വരും പോകും. ഇങ്ങനെയുള്ളതാണ് ഈ കറന്റ് അസറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എക്സാമ്പിള് ക്യാഷ് കറന്റ് അസറ്റ് ആണ്. ഡെപ്റ്റേഴ്സ്, നമുക്ക് പൈസ തരാനുള്ളവര്, അവർ കറന്റ് അസറ്റ് ആണ്. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, നമ്മുടെ കടയിൽ എന്താണ് ബാക്കി വെച്ചിരിക്കുന്ന ഗുഡ്സ്, നമ്മൾ വിൽക്കാനുള്ള ഗുഡ്സ്, ഇതൊക്കെ എന്താണ് കറന്റ് അസറ്റ് ആണ്. ഇനി നമുക്ക് അടുത്തൊരു ടൈമാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ബിസിനസ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. ബിസിനസ് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ ബിസിനസ് എന്താണ് ഇങ്ങനെ കൊടുക്കാനുള്ളത്? ഒന്ന്, ബിസിനസ്സിലേക്ക് മുടക്കിയിട്ടുള്ള ഓണേഴ്സിന് അവരുടെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കണം, അതിന്റെ പലിശ തിരിച്ചു കൊടുക്കണം. അതാണ് ബിസിനസിന്റെ ഒരു ലയബിലിറ്റി എന്ന് പറയുന്നത്. മറ്റൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിന്റെ പൈസ തിരിച്ചടക്കണം, പലിശ അടക്കണം. മനസ്സിലായി? ഞാൻ ആരെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും അടക്കണം. ഇനി ഏതെങ്കിലും ഒരു എംപ്ലോയീസിന് ജോലിയുടെ ശമ്പളം കൊടുക്കാനുണ്ടെങ്കിൽ, കൊടുത്തു തീർക്കുകയാണെങ്കിൽ അത് കൊടുക്കണം. അങ്ങനെ ബിസിനസ്സിന് എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. ലയബിലിറ്റീസ് ആർ ക്ലെയിംസ് ഓഫ് ക്രെഡിറ്റേഴ്സ് അഗെയിൻസ്റ്റ് ദ ബിസിനസ്. അതായത് ക്രെഡിറ്റേഴ്സിന് നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ടുകളെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ദേ ആർ ദ ക്ലെയിംസ് ഓൺ ദ അസറ്റ് ഓർ വെൽത്ത് ഓഫ് ദ ബിസിനസ്. നമ്മുടെ അസറ്റിന് എതിരായിട്ട് നമ്മൾ അത് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, അപ്പൊ നമുക്കൊരു 10 ലക്ഷം രൂപ ലോൺ വന്നു, നമുക്ക് അസറ്റ് കിട്ടി. പക്ഷെ ആ അസറ്റ് കിട്ടുമ്പോൾ തന്നെ ആ 10 ലക്ഷം രൂപ നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളതും കൂടിയാണ്. ഓക്കെ, സോ ലയബിലിറ്റീസ് ആർ വൺ ഓഫ് ദ വേസ് ബൈ വിച്ച് അസറ്റ്സ് കം ഇൻ ടു ദ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിലേക്ക് അസറ്റ് വരുന്ന മറ്റൊരു വഴിയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ബാങ്ക് ലോൺ എടുക്കുമ്പോൾ 10 ലക്ഷം രൂപ അസറ്റ് വന്നു, പക്ഷേ അത് ഒരേ സമയം ലയബിലിറ്റി കൂടിയാണ്. ഇനി നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരാൾ ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ക്യാപിറ്റൽ വന്നു, ഓക്കെ, നമ്മുടെ ബാങ്കിലേക്ക് 5 ലക്ഷം വന്നു, പക്ഷേ അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ക്യാപിറ്റലി, അപ്പൊ അത് ലയബിലിറ്റിയാണ്. അപ്പൊ അസറ്റ് വരുന്ന ഒരു മാർഗമാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, ലയബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, when a company borrows money, it gets assets in the form of cash. At the same time, it accepts a liability named loan. ഞാൻ പറഞ്ഞ കേസാണ്.
Liabilities can be classified in the following categories. Liability നമുക്ക് രണ്ടായിട്ട് മെയിൻ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. കറന്റ് ലൈബിലിറ്റീസ് ആൻഡ് നോൺ കറന്റ് ലൈബിലിറ്റീസ്. കറന്റ് ലൈബിലിറ്റീസ്, ദീസ് ആർ ലൈബിലിറ്റീസ് ടു ബി പെയ്ഡ് ഓഫ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ്. കുറച്ച് കാലം കൊണ്ട് നമ്മൾ കൊടുത്തു തീർക്കേണ്ട ലൈബിലിറ്റീസ് ആണ് കറന്റ് ലൈബിലിറ്റീസ്. യൂഷ്വലി ലെസ് ദാൻ 1 year, ഒരു വർഷത്തിന് താഴെയാണ് അതിന്റെ കാലാവധി വരിക. ദീസ് ആർ യൂഷ്വലി പെയ്ഡ് ഓഫ് ബൈ കറന്റ് അസറ്റ്. അപ്പൊ കറന്റ് അസറ്റ് ഉപയോഗിച്ച് നമ്മൾ അത് കൊടുക്കുക, നമ്മുടെ ബാങ്കിലെ ക്യാഷും കയ്യിലെ ക്യാഷൊക്കെ ഉപയോഗിച്ച് കൊടുക്കുക. കറന്റ് പോർഷൻ ഓഫ് ലോങ് ടൈം ലൈബിലിറ്റീസ് ആർ ആൾസോ കൺസിഡർഡ് ആസ് കറന്റ് ലൈബിലിറ്റീസ്. ചിലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് 10 വർഷം കൊണ്ട് കൊടുത്താൽ മതി, പക്ഷെ എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ അതും എന്താണ്, നമുക്ക് അതിന്റെ ആ എല്ലാ മാസം കൊടുക്കുന്നതിനെ കറന്റ് ലൈബിലിറ്റീസ് എന്ന് പറയാം. മൊത്തത്തിൽ എമൗണ്ടിനെ പറയേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾസ് ഓഫ് കറന്റ് ലൈബിലിറ്റീസ് ആർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇതൊക്കെ നമ്മൾ അസറ്റിന്റെ കേസിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നൊക്കെ. ഓക്കെ, പെട്ടെന്ന് നമുക്കിപ്പോ ബാങ്കിൽ 10,000 രൂപയുള്ളൂ, ഒരു 12,000 രൂപ എടുക്കണം. അപ്പൊ 2,000 രൂപ എക്സ്ട്രാ എടുക്കണ്ടേ? അപ്പൊ എക്സ്ട്രാ എടുക്കാൻ ബാങ്ക് നമ്മൾ അനുവദിക്കുക. അങ്ങനെ 2,000 രൂപ കൂടി നമുക്ക് ബാങ്കിൽ നിന്ന് എടുക്കാം, പക്ഷെ അതിന് പലിശ കൊടുക്കണം, പെട്ടെന്ന് കൊടുത്തു തീർക്കുകയും ചെയ്യണം. അത് ട്രേഡ് ക്രെഡിറ്റേഴ്സ്, നമുക്ക് പൈസ കടം തരുന്നവർ അല്ലെങ്കിൽ സാധനങ്ങൾ കടം തരുന്നവർ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അതായത് നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാണെങ്കിൽ സാലറിയോ വേജസോ അങ്ങനെ എന്തെങ്കിലും ചെലവുകൾ നമ്മൾ ആ മാസത്തെ ഉള്ളത് കൊടുത്തിട്ടില്ല, പിറ്റേ മാസത്തേക്ക് മാറ്റി വെച്ചാൽ അതാണ് എന്ത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോൺ കറന്റ് ലയബിലിറ്റീസ് ആണ്. As the name indicates, non-current liabilities are paid off after long period. ആ പേര് തന്നെ ഉണ്ട് ലോങ് ടൈം, ലോങ് കറന്റ് ലയബിലിറ്റീസ്. ഓർ നമുക്ക് എന്താണ് ഫിക്സ്ഡ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലോങ് ടൈം ലയബിലിറ്റി എന്നോ അങ്ങനെയൊക്കെ പറയാം. ഇതിന്റെ പ്രത്യേകത, ഇത് കുറെ കാലം കഴിഞ്ഞ് കൊടുത്താൽ മതി. ഓൾ ലയബിലിറ്റീസ് മെച്ചൂറിംഗ് ആഫ്റ്റർ 1 year ആർ കൺസിഡേഴ്സ് നോൺ കറന്റ് ലയബിലിറ്റീസ്. ഒരു വർഷം ശേഷം നമ്മൾ ലോൺ എടുത്ത് 10 വർഷം കൊണ്ട് കൊടുത്താൽ മതി. അപ്പൊ അതൊക്കെ എന്താണ് ലോങ് ലയബിലിറ്റി ആണ്, മനസ്സിലായി. ദീസ് ലയബിലിറ്റീസ് ക്യാൻ ബി സെറ്റിൽഡ് ഐദർ ബൈ പേയ്മെന്റ് ഓഫ് ക്യാഷ് ഓർ ബൈ ഡെലിവറി ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഓർ ബൈ കൺവേർഷൻ ഓഫ് ലയബിലിറ്റീസ് ഇൻടു ഇക്വിറ്റി. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമില്ല ഇവിടെ, എന്നാലും പറയാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് എന്താണ് ഈ പറഞ്ഞത് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അവർക്ക് പകരം എന്തെങ്കിലും അസറ്റ് കൊടുക്കാം. നമ്മൾ കമ്പനി കൂട്ടി പോവുകയാണ്, നമ്മുടെ പൈസ കൊടുക്കണം, അവിടെ നമ്മുടെ കാറ് അങ്ങോട്ട് കൊടുത്തു, അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട്. അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് ലയബിലിറ്റീസ് ഇൻടു ഇക്വിറ്റി, പൈസ കൊടുക്കാനില്ലെങ്കിൽ അവർക്ക് നമ്മുടെ ബിസിനസ്സിൽ ഒരു ഷെയർ കൊടുക്കാം. ഇതിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ലാഭം വീതം വെക്കേണ്ടി വരും, മനസ്സിലായോ? ഓക്കെ. എക്സാമ്പിൾസ് ഓഫ് നോൺ കറന്റ് ലയബിലിറ്റീസ് ആർ മോർഗേജ് ലോൺസ്, നമ്മൾ എടുക്കുന്ന ലോണുകൾ, ആൻഡ് ഡിബെഞ്ചേഴ്സ്. ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മളൊരു പേപ്പർ ഇഷ്യൂ ചെയ്യും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പേപ്പർ കൈവശം വെക്കുന്ന ആക്കടേന്ന് എന്താണ് പൈസ വാങ്ങിക്കും, എന്നിട്ട് പലിശ കൊടുക്കും, മനസ്സിലായോ? പലിശ കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മൾ എന്നാ പൈസ കൊടുത്ത് ആ പേപ്പർ തിരിച്ചു വാങ്ങിക്കുന്നത് അന്ന് വരെ പലിശ കൊടുക്കേണ്ടി വരും. അത്തരം പേപ്പറുകൾ വിളിക്കുന്ന പേരാണ് ഡിബെഞ്ചേഴ്സ്. സർക്കാർ അത്ര മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ക്ലിയർ? മൂന്നാമതൊരു ലയബിലിറ്റി കൂടി ഉണ്ട്, കണ്ടീജന്റ് ലയബിലിറ്റീസ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു സ്ഥലം കേസിൽ കിടക്കുകയാണ്. ആ കേസ് വിജയിച്ചാൽ നമുക്ക് ആ സ്ഥലം കിട്ടും, വിജയിച്ചില്ലെങ്കിലോ ആ സ്ഥലം നമ്മുടെ പോവും. അപ്പോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എന്താണ് കേസ്, ആ കേസിന്റെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്, മനസ്സിലായോ? അത്തരം ലയബിലിറ്റീസ് അല്ലെങ്കിൽ അത്തരം അസറ്റ് കണ്ടീജന്റ് ലയബിലിറ്റീസ് എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? കണ്ടീജന്റ് അസറ്റ് എന്ന് പറയും, കണ്ടീജന്റ് ലയബിലിറ്റി എന്ന് പറയും. നമുക്ക് ഉറപ്പില്ല ഇത് എന്താണ് സംഭവം, നമ്മുടെ അസറ്റ് ആവോ ലയബിലിറ്റി ആവോ. ഓക്കെ, നോക്കാം. കണ്ടീജന്റ് ലയബിലിറ്റീസ് ആർ നോട്ട് ആക്ച്വൽ ലയബിലിറ്റീസ്. ശരിക്കും അത് നമ്മുടെ ലയബിലിറ്റി അല്ല. ദേ ആർ പ്രൊബബിൾ ലയബിലിറ്റീസ്, സാധ്യതയുണ്ട് നമ്മുടെ ബാധ്യത ആവാൻ. വിച്ച് ആർ ഡിപ്പെൻഡ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടീജൻസി. ചില പ്രവർത്തനങ്ങൾ നടന്നാൽ ആവും, നടന്നില്ലെങ്കിൽ ആവില്ല. ഞാൻ പറഞ്ഞില്ല, കേസ് നമ്മൾ ജയിക്കുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടും ആ സ്ഥലം, അല്ലെങ്കിലോ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട സ്ഥലവും. അപ്പൊ നമ്മുടെ ലയബിലിറ്റി ആയി. അത് കേസ് ജയിച്ചാലോ നമ്മുടെ അസറ്റ് ആയി. അതാണ് ഈ കണ്ടീജന്റ് എന്ന് വാക്കുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, എ ക്ലെയിം അഗെയിൻസ്റ്റ് ദ ബിസിനസ് ഇൻ കോർട്ട് is a contingent liability. The court decides against the business, the claim becomes a real liability too. Other examples, അതായത് ഇപ്പോ ഒരു കേസ് വന്നു, ഇപ്പൊ കോടതി ഫൈൻ അടയ്ക്കാൻ പറയുന്നത് നമ്മുടെ ബിസിനസ് ഇപ്പൊ സൊസൈറ്റിക്ക് ദോഷമായിട്ട് എന്തെങ്കിലും ചെയ്തു, അപ്പൊ ഒരാൾ കേസ് കൊടുത്തു, അങ്ങനെ കോടതിയിൽ വന്നു. കോടതി ഒരു 10,000 രൂപ നമുക്ക് എന്താണ് പിഴ ചൊലുത്താൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അത് കണ്ടീജന്റ് ലയബിലിറ്റി. പിഴ ചെലുത്തി കഴിഞ്ഞാൽ അത് ശരിക്കും റിയൽ ലയബിലിറ്റി ആവും, മനസ്സിലായോ? Other examples of contingent liabilities are loan guaranteed by the business, bills receivable discounted with the bank, etc. Okay. Next, capital ആണ്. വെരി ഇമ്പോർട്ടന്റ് ടൈം ആണ്. എന്താണ് ക്യാപിറ്റൽ? ക്യാപിറ്റൽ ഇസ് amount invested by the proprietor into the business. ബിസിനസ്സിലേക്ക് ബിസിനസ് തുടങ്ങുന്ന ആൾ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പോകുന്ന ആൾ, അല്ലെങ്കിൽ ആളുകൾ അവർ മുടക്കുന്ന തുകയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ഇസ് നോർമലി അണ്ടർസ്റ്റുഡ് ആസ് ദ ഓണേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ബിസിനസ്. ബിസിനസ്സിലെ ഓണർ മുടക്കുന്ന തുകയാണ് എന്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഓണേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്.
The owner's investment does not mean the exact amount he put in to start the business. The capital of the owner will increase when he makes profit. അതായത് ഓണേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന അയാൾ മുടക്കിയ തുക മാത്രമല്ല. ഇപ്പൊ ഞാൻ 1,00,000 രൂപ മുടക്കി എന്ന് വിചാരിക്കും. ഒരു വർഷം കഴിഞ്ഞപ്പോ ലാഭമുണ്ടായപ്പോ ഒരു 25,000 രൂപ ലാഭം കിട്ടി എനിക്ക്. അപ്പൊ എന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇപ്പൊ എത്രയായി? 1,25,000. അപ്പോ ഓണർ മുടക്കിയ തുകയല്ല ക്യാപിറ്റൽ, അത് ക്യാപിറ്റൽ ആണ്, പക്ഷെ ക്യാപിറ്റൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ഇയർ ആവുമ്പോൾ ആ ലാഭവും കൂടി ആഡ് ചെയ്ത് അതായി ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ മുടക്കിയ തുക മാത്രമല്ല, അതിനോട് ആഡ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് കൂടിയാണ്. ഇനി ഇയാൾ എന്തെങ്കിലും അതിന് എടുത്തുകൊണ്ട് പോയാൽ അത് കുറയ്ക്കാൻ വേണം. അതിന് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയും. The capital of the owner will increase when he makes profit. ലാഭം ഉണ്ടാവുമ്പോൾ എന്താണ് ക്യാപിറ്റൽ ഇൻക്രീസ്? ഇറ്റ് വിൽ ഡിക്രീസ് വെൻ ഹി എൻകർ എ ലോസ്. നഷ്ടം ഉണ്ടാവുമ്പോൾ അത് കുറഞ്ഞു പോകും. ഇഫ് ഹി ടേക്സ് ഔട്ട് മണി ഓർ ഗുഡ്സ് ഫോർ പേഴ്സണൽ യൂസ് വി കോൾ ഇറ്റ് ഡ്രോയിങ്സ്. എന്നാൽ പുള്ളിക്കാരൻ അതിന് എന്തെങ്കിലും സ്വന്തം ആവശ്യം വേണ്ടി എടുത്താലോ നമ്മൾ എന്ത് വിളിക്കും? ഡ്രോയിങ് എന്ന് വിളിക്കും. ഓണേഴ്സ് ക്യാപിറ്റൽ വിൽ റെഡ്യൂസ് വെൻ ഹി മേക്സ് ഡ്രോയിങ്സ്. അങ്ങനെ പുള്ളിക്കാരൻ അതിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ, ഇപ്പൊ ഒരു എനിക്ക് തുണിക്കടയാണ്, ഞാൻ 2 ഷർട്ട് എടുത്തുകൊണ്ട് പോയാൽ ആ ഷർട്ടിന്റെ പൈസ എന്റെ ക്യാപിറ്റൽ എന്ന് പറയും. ഞാൻ ഒരു 2,000 രൂപ പൈസ എടുത്തുകൊണ്ട് പോയാൽ അതും എന്ത് ചെയ്യുന്നു കുറയും. നമ്മൾ അതിനെ ഡ്രോയിങ് എന്ന് പറയും. അപ്പൊ ക്യാപിറ്റൽ ഒരിക്കലും ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ല. നമ്മൾ മുടക്കിയ തുക അടുത്ത വർഷം വരുമ്പോൾ ലാഭമാണെങ്കിൽ കൂടും, നഷ്ടമാണെങ്കിൽ കുറയും. നമ്മൾ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, അത് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴും കുറയും. ഓക്കെ, സോ in fact capital is the excess of total asset of the business over the liabilities. In other words, capital is the net worth of the business. ബിസിനസിന്റെ നെറ്റ് വർത്ത്, സമ്പാദ്യമാണ് ശരിക്കും പറഞ്ഞ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് നമുക്ക് അസറ്റ് 1,00,000 ഉണ്ട്. ഓക്കെ, നമുക്ക് കൊടുത്തു തീർക്കാനുള്ള ലൈബിലിറ്റി ഒരു 50,000 ഉണ്ട്, വേണ്ട ഒരു 60,000 ഉണ്ട്. ഇത്രയും പൈസ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ 1,00,000 രൂപ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, 60,000 രൂപ കൊടുക്കാനുണ്ട്. ഇത് രണ്ടിന്റെ ഡിഫറൻസ് എത്രയാണ്? 40,000. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ലൈബിലിറ്റി എന്ന് പറയുന്നത് മറ്റ് അതർ ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലും ചേർന്നതാണ്. ഓക്കെ, അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുള്ളൂ അസറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മുടെ മൈൻഡിൽ വേണം. അപ്പൊ അങ്ങനെയാണ് ഈ ക്യാപിറ്റൽ എന്തായിരിക്കും? ഈ ലൈബിലിറ്റി പുറത്തേക്ക് വന്നാൽ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് എന്താണ്? ലൈബിലിറ്റി. ഓക്കെ, on the basis of assets owned by the company, capital can be divided into fixed capital or working capital. നമ്മൾ കമ്പനിയുടെ ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ക്യാപിറ്റൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: ഫിക്സ്ഡ് ക്യാപിറ്റൽ ഓർ വർക്കിംഗ് ക്യാപിറ്റൽ. The amount invested in the fixed asset of the business is known as fixed capital. നമ്മൾ ഫിക്സ്ഡ് അസറ്റുകൾ അക്യൂർ ചെയ്യാൻ വേണ്ടി, ഫോർ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മെഷീനറി, പ്ലാന്റ്, ലാൻഡ്, ബിൽഡിംഗ്, ഇതൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ എന്താണ് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്ന തുകയാണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ. അതൊരിക്കലും മാറൂല, നാളെ നമുക്ക് വിറ്റാലും കാശ് കിട്ടും. വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ വാല്യൂ ഓഫ് കറന്റ് അസറ്റ് ഓവർ കറന്റ് ലൈബിലിറ്റീസ്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ കറന്റ് അസറ്റ്, നമ്മൾ തുടക്കത്തിലെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കറന്റ് അസറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ആ കറന്റ് അസറ്റിൽ നിന്ന് കറന്റ് ലൈബിലിറ്റി കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നോ അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ഡേ ടു ഡേ വർക്ക്, അതായത് രാവിലെ എന്താണ് ചിലപ്പോൾ എന്താണ് രാവിലെ അവിടെ ചായ കൊടുക്കണം, പിന്നെന്താണ് ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മന്ത്ലി എന്താണ് കറണ്ട് ചാർജ് അടക്കണം. അങ്ങനെ ഡേ ടു ഡേ ആയിട്ടുള്ള ചില ചെറിയ എക്സ്പെൻസുകൾ ഉണ്ട്. ആ എക്സ്പെൻസുകൾ ഒരു ദിവസം ബിസിനസ് റൺ ചെയ്യാൻ കുറച്ച് എക്സ്പെൻസുകൾ വേണ്ടി വരും. അതിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും മിനിമം നമ്മൾ കറി വാങ്ങിക്കണം, അരി വെക്കണം, ഇത്ര സാധനങ്ങൾ എന്തായാലും വേണം, എത്ര കടവുണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും. അപ്പൊ അതിന് ആവശ്യമായ തുകയാണ് നമ്മൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? Drawings is the withdrawal of cash or goods by the owner. In accounting, this is considered as a negative capital. നമ്മൾ ഓണർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പൈസ എടുക്കുകയോ അല്ലെങ്കിൽ സാധനങ്ങൾ എടുക്കുകയോ ചെയ്താൽ നമ്മൾ അതിനെയാണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ നെഗറ്റീവ് ക്യാപിറ്റൽ ആയിട്ട് കാണുന്നത്. അതായത് നിങ്ങൾക്ക് 1,00,000 രൂപ ക്യാപിറ്റൽ ഉണ്ട്, നിങ്ങൾ ഒരു 10,000 രൂപ എടുത്തു, അപ്പോൾ നെഗറ്റീവ് ക്യാപിറ്റൽ 10,000. അപ്പോൾ 1,00,000 മൈനസ് 10,000, 90,000 ആണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ക്യാപിറ്റൽ. അപ്പൊ ഈ വാക്ക് ഓർത്തിരിക്കുക, ഡ്രോയിങ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത റവന്യൂ. എന്താണ് റവന്യൂ? റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനമാണ്. Revenue is the increase in the asset without a corresponding increase in the liability or owner's investment. According to the Financial Accounting Standard Board (AFSB), revenue is the inflow, other enhancement of assets to an entity from delivering or producing goods, rendering services, or other activities that constitute the entity
ഓൺഗോയിങ് മേജർ ഓർ സെൻട്രൽ ഓപ്പറേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോ നമ്മള് എന്താണ് ഒരു സ്റ്റോക്ക് നമ്മുടെ കടയിലിരിക്കുന്ന ഒരു സാധനം നമ്മൾ ഒരാൾക്ക് അങ്ങോട്ട് വിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. ക്യാഷ് നമുക്ക് എപ്പോഴും നമ്മൾ വാങ്ങിച്ചതിനേക്കാളും കൂടുതലായിരിക്കും കിട്ടുക. ക്ലിയർ? അത് നമ്മുടെ എന്താണ്? റവന്യൂ ആണ്. നോക്കിക്കോളൂ, നമ്മൾ ഒരു 100 രൂപയുടെ ഷർട്ട് വാങ്ങിച്ചു, എന്നിട്ട് നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിന്റെ പേര് എഴുതിയിട്ട് 150 രൂപ. ക്ലിയർ? 150 രൂപ നമ്മൾ ഒരാൾക്ക് പിടിപ്പിച്ചു, ഒരാൾക്ക് കൊടുത്തു. ഇപ്പോ നമ്മളുടെ ലാഭം എത്രയാ? നിങ്ങൾ പറയും 100 രൂപയാണല്ലോ ചെലവ് സാറേ, 150 രൂപയ്ക്കല്ലേ വിറ്റത്, 50 രൂപ ലാഭം. ശരി, 150 രൂപ നമ്മൾ എന്ത് പറയും? റവന്യൂ. 150 രൂപ എന്താണ്? റവന്യൂ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? ഓക്കെ. അപ്പൊ എന്താണ് റവന്യൂ? റവന്യൂ ഇസ് ദ ഇൻക്രീസ് ഇൻ അസറ്റ്. നിങ്ങളുടെ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എന്താണോ അതാണ് എന്ത്? റവന്യൂ. ഇപ്പൊ ഇവിടെ 50 രൂപ കൂടിയപ്പോ നിങ്ങളുടെ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് ഒരു ബാധ്യതയും ഇല്ല. വിത്തൗട്ട് എ കറസ്പോണ്ടിങ് ഇൻക്രീസ് ഇൻ ദ ലയബിലിറ്റി. നിങ്ങൾക്ക് ഒരു ബാധ്യത ഉണ്ടാക്കാതെ നിങ്ങളുടെ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന എന്ത് പ്രവർത്തനത്തിനും അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന എന്തിനേയും നമുക്ക് എന്ന് പറയാം? റവന്യൂ എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ സെയിലിലൂടെ നിങ്ങൾ കിട്ടുന്ന വരുമാനമാണ് എന്ത്? റവന്യൂ. ഓക്കെ. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് റവന്യൂവിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അവരുടെ ഡെഫിനിഷൻ പ്രകാരം ഇൻഫ്ലോ ഓർ അതർ എൻഹാൻസ്മെന്റ് ഓഫ് അസറ്റ്, നമ്മുടെ ബിസിനസ്സിലേക്ക് പൈസ വരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു ടു ആൻ എൻറ്റിറ്റി. എൻറ്റിറ്റി എന്താണ്? ബിസിനസ് സ്ഥാപനം. ഓക്കെ. ഫ്രം ഡെലിവറിങ് ഓർ പ്രൊഡ്യൂസിങ് ഗുഡ്സ്. നമ്മൾ ഒരുപക്ഷെ ഡെലിവറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും, നമ്മൾ ഗുഡ്സ് കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് ക്യാഷ് വരാം. അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് ഗുഡ്സ്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നവരായിരിക്കാം. റെൻഡറിങ് സർവീസസ്, നമ്മൾ സർവീസ് കൊടുക്കുന്നവരെ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് സർവീസ് അല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ബസ്സിൽ കയറി പോകുമ്പോൾ ബസ്സുകാർ നിങ്ങൾ കൂടെ നടക്കുന്ന ഒരു സർവീസാണ്. നമ്മൾ അവർക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരൊരു പൊതിഞ്ഞും തന്നൊന്നുമില്ല നമ്മൾ കൊടുക്കണേന്, ഒരു ടിക്കറ്റാണ് എന്നത്, നമ്മളൊരു ഗുണവുമില്ല. Other activities that constitute the entity's ongoing major or central operations. Entity എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ഥാപനം. ബിസിനസ് സ്ഥാപനത്തിന്റെ അസറ്റുകൾ ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ എന്താണ് ഇത് വർദ്ധിപ്പിക്കുന്ന ഏതൊരു ആക്ടിവിറ്റി നമുക്ക് എന്ത് പറയാം? റവന്യൂ ആണെന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ സാധനങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പൈസയാണ് റവന്യൂ. ഗുഡ്സ്. എന്താണ് ഗുഡ്സ്? ആർട്ടിക്കിൾ പർച്ചേസ്ഡ് ഫോർ സെയിൽ ഓർ ഫോർ യൂസ് ഇൻ ദ മാനുഫാക്ചറിംഗ് ഓഫ് അതർ പ്രൊഡക്ട്സ് ആസ് റോ മെറ്റീരിയൽ ആർ നോൺ ആസ് ഗുഡ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റ് എടുക്കണമെങ്കിൽ സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണമല്ല, വാങ്ങിച്ചു വെക്കണേ. എന്തിനാണ്? വിൽക്കാനാണ്. അങ്ങനെ നിങ്ങൾ വാങ്ങിച്ചു വെക്കുന്ന സാധനമാണ് ഗുഡ്സ്. വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങൾ മാത്രമാണ് ഗുഡ്സ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങൾ മാത്രമാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ എന്റെ ഗുഡ്സ് എന്തുവാ? സോപ്പല്ല, സോപ്പ് എന്റെ പ്രൊഡക്റ്റാ, ഞാൻ വിൽക്കാൻ പോണേണ്. സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് വേണം? കുറെ സാധനങ്ങൾ വേണം, അതാണ് എന്റെ ഗുഡ്സ്. മനസ്സിലായോ? നമ്മൾ അതിനെ റോ മെറ്റീരിയൽ എന്നും കൂടി പറയും. ഫോർ എക്സാമ്പിൾ, ഫർണിച്ചർ വിൽ ബി ദ ഗുഡ്സ് ഫോർ ദ ഫേം ഡീലിംഗ് ഇൻ ഫർണിച്ചർ ബട്ട് വിൽ ബി ആൻ അസറ്റ് ഫോർ ദ ഫേം ഡീലിംഗ് ഇൻ സ്റ്റേഷനറി. ഫർണിച്ചർ വിൽക്കുന്ന കടയിൽ ചെന്നാൽ ഫർണിച്ചറാണ് അവിടുത്തെ ഗുഡ്സ്. എന്നാൽ അതേ ഫർണിച്ചർ വാങ്ങിച്ച് നമ്മുടെ കടയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അതിനെ കയറിയിരുന്നാൽ, കസേരമേ കയറിയിരുന്നാൽ അത് ഗുഡ്സ് അല്ല, അത് നമ്മൾ ഇരിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. പക്ഷെ നമ്മൾ എവിടെ നിന്നാണോ ആ കസേര വാങ്ങിച്ചത്, കസേര വിൽക്കുന്ന കടയിൽ സംബന്ധിച്ച് കസേരയാണ് അവരുടെ ഗുഡ്സ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് സ്റ്റോക്ക് ഓർ ഇൻവെന്ററീസ്. ദ ടേം സ്റ്റോക്ക് ഇൻക്ലൂഡ്സ് ഗുഡ്സ് ലൈയിങ് അൺസോൾഡ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. സ്റ്റോക്ക് മേ ബി ഓഫ് ടു ടൈപ്സ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ലൈ അൺസോൾഡ്, വിൽക്കാതെ ബാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് സ്റ്റോക്ക്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി ചെന്നാൽ ആ കാണുന്നതൊക്കെ സ്റ്റോക്കാണ്, കാരണം അത് വിറ്റിട്ടില്ല. ഓക്കെ. സ്റ്റോക്ക് രണ്ടെണ്ണം വേണ്ട, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്. സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് രാവിലെ 6 മണിക്ക് തുറന്നപ്പോൾ കാണുന്നത് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്. അത്രയും തന്നെ സാധനങ്ങൾ വൈകുന്നേരം ഉണ്ടാവോ? ഇല്ല, കുറെയൊക്കെ വിറ്റ് പോകില്ലേ? അപ്പൊ രാത്രി 10 മണിക്ക് നമ്മൾ കട അടയ്ക്കുമ്പോൾ എന്താണ് അവിടെ ഇരിക്കുന്നത്? അതെന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. മനസ്സിലായോ? So the term opening stock means goods lying unsold at the beginning of the accounting period. നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ആരംഭിച്ച് മാർച്ചിൽ അവസാനിക്കുന്നതാണ്. അതായത് ഈ വർഷം ഏപ്രിൽ ആരംഭിച്ചാൽ അടുത്ത വർഷം മാർച്ചിൽ അവസാനിക്കും. അപ്പൊ ഏപ്രിൽ ആരംഭിക്കുമ്പോൾ ഏപ്രിൽ 1-ാം തീയതി എന്തൊക്കെ ബിസിനസ്സിലുണ്ടോ വിൽക്കാതെ ബാക്കി വെച്ചിട്ടുണ്ടോ അതാണ് എന്ത്? ഓപ്പണിംഗ് സ്റ്റോക്ക്. എന്നാൽ നമ്മൾ ആ മാർച്ച് 30-ാം തീയതി എന്താ അവസാനിക്കുന്നു, അതായത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ബാക്കിയുണ്ടോ അതാണ് എന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക്. The term closing stock represents the goods lying unsold at the end of the accounting period. This can be further classified into raw materials, work in progress, and finished goods. എന്താണ് സർ raw material? Goods that have been purchased and have not yet been put through the
മാനുഫാക്ചറിങ് പ്രോസസ്. ഇപ്പൊ നമ്മളൊരു സിമെന്റ് കട്ടൻ ഉണ്ടാക്കുന്നത്, നമ്മൾ ആ സിമെന്റ് കട്ട ഉണ്ടാക്കുന്ന ഒരു കടയിൽ ചെന്നാൽ, അതായത് നമ്മൾ പെര പണിയാണ്ട് ഉപയോഗിക്കുന്ന സിമെന്റ് കട്ട ഉണ്ടാക്കാൻ കടയിൽ നമ്മൾ അവിടെ എന്തൊക്കെ കാണും? കുറെ സിമെന്റിന്റെ ചാക്കിരിക്കുന്ന കാണാം, കുറെ എന്താണ് മണല് കാണാം, മെറ്റൽ കാണാം, കുറെ ചേട്ടന്മാര് ഇതിന്റെ സിമെന്റ് കട്ട ഉണ്ടാക്കുന്നത് കാണാം, കുറച്ച് ഉണക്കി വെച്ചിരിക്കുന്നത് കാണാം, കുറച്ച് എന്താ ഉണക്കാൻ വെച്ചിരിക്കുന്നതും കാണാം. അങ്ങനെ കുറെ സാധനങ്ങൾ കാണാം. ഇതിനകത്ത് നമ്മൾ അവിടെ ചെന്നിട്ട് ചേട്ടൻ ഒരു സിമെന്റ് കട്ട വേണമെന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ ആ മണലും കല്ലൊക്കെ എടുത്തിട്ട് ഒരു കട്ടയ്ക്കുള്ളത് നമുക്ക് അങ്ങോട്ട് തൂക്കി തരാലല്ലോ, അല്ലെങ്കിൽ അപ്പൊ തന്നെ ഉണ്ടാക്കി തരാലോ. അല്ല, അവിടെ ഓൾറെഡി ഉണ്ടാക്കി ഉണക്കി വെച്ചിരിക്കുന്നത് നമുക്ക് തരുള്ളൂ, മറ്റൊന്നും തരില്ല. അപ്പൊ അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ ബാക്കി മണലും മെറ്റലൊക്കെ അവിടെ അടിച്ചിട്ടുണ്ട്. അതിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? റോ മെറ്റീരിയൽ. ഗുഡ്സ് ദാറ്റ് ഹാവ് ബീൻ പർച്ചേസ്ഡ്, അതൊരു വാങ്ങിച്ചു വെച്ചേക്കാണ്, ആൻഡ് ഹാവ് നോട്ട് യെറ്റ് ബീൻ പുട്ട് ത്രൂ ദ മാനുഫാക്ചറിംഗ് പ്രോസസ്സിലേക്ക് അത് കടന്നിട്ടില്ല. ഇപ്പൊ ഒരു ആയുർവേദ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ പച്ചിലകളും വേരുകളും എന്താണ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അരച്ച് പിഴിഞ്ഞ് അതിൽ നിന്ന് എടുത്ത് അങ്ങനെ ചെയ്തിട്ടില്ല, വെറുതെ ഇരിക്കാണ്. ഇപ്പൊ നമ്മുടെ വീട്ടില് കുറെ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ച് നമുക്ക് കറി ഉണ്ടാക്കിയിട്ടില്ല. അതാണ് എന്ത്? റോ മെറ്റീരിയൽ. വർക്ക് ഇൻ പ്രോഗ്രസ്, ഗുഡ്സ് ദാറ്റ് ഹാവ് എന്റർഡ് ദ മാനുഫാക്ചറിംഗ് പ്രോസസ് ബട്ട് ആർ നോട്ട് കംപ്ലീറ്റ്. അതായത് നമ്മൾ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? നമ്മുടെ കറി ഫിനിഷ് ആയിട്ടില്ല, നമ്മളിപ്പോ കറി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ പറയുന്ന എന്താണ് നേരത്തെ പറഞ്ഞ സിമെന്റ് കട്ട ആ ചേട്ടൻ ആ സിമെന്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് ഉണക്കാൻ കൊണ്ടുവന്ന് വെച്ചു, അപ്പോഴത് പ്രോഡക്റ്റ് ആയിട്ടില്ല, ഒരു തട്ട് കെട്ടിയാൽ പൊളിഞ്ഞു പോകും. ദാറ്റ് ഈസ് വർക്ക് ഇൻ പ്രോഗ്രസ്. മനസ്സിലായോ? ഫിനിഷ്ഡ് ഗുഡ്സ്, ദോസ് that have completed the manufacturing process but remain unsold. അതാണ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്തു. നമ്മളിപ്പോ കറി ഉണ്ടാക്കി, പക്ഷെ നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല. നമ്മൾ അച്ചാർ ഉണ്ടാക്കി വെച്ചു, പാക്കറ്റ് ചെയ്ത് വെച്ചു, പക്ഷെ ഒരാൾക്കും കൊടുത്തിട്ടില്ല. ദാറ്റ് ഈസ് എന്താണ്? ഫിനിഷ്ഡ് ഗുഡ്സ്. ക്ലിയർ? ഇനി അടുത്തൊരു വെരി ഇമ്പോർട്ടന്റ് ടേം ആണ് പർച്ചേസസ്. എന്താണ് പർച്ചേസസ്? ദ ടേം പർച്ചേസസ് ഈസ് ഇഷ്യൂഡ് ഓൺലി ഫോർ ദ പർച്ചേസ് ഓഫ് ഗുഡ്സ്. പർച്ചേസ് പറഞ്ഞ ടേം അക്കൗണ്ടൻസിയിൽ ഉപയോഗിക്കുന്നത് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴാണ്. നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് മാത്രമേ പർച്ചേസ് പറയൂ. നമ്മൾ അസറ്റ് ഒരു ഫർണിച്ചർ വാങ്ങിച്ചു, അതിന്റെ പർച്ചേസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം, പർച്ചേസസ് ഫർണിച്ചർ. പക്ഷെ അക്കൗണ്ടൻസിൽ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടില് ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ മാത്രമേ എഴുതാവൂ. എന്താണ് ഗുഡ്സ്? സാധനങ്ങൾ. വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന സാധനങ്ങളാണ് ഗുഡ്സ്. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ ഗുഡ്സ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പൈസയാണ് പർച്ചേസ് എന്നുള്ളത്. വിച്ച് ആർ പർച്ചേസ്ഡ് വിത്ത് ദ പർപ്പസ് ഓഫ് റീസെയിൽ. വിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഓർ ടു ബി കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്ട്സ് ഡീൽഡ് വിത്ത് ബൈ ദ ഫേംസ്. ഓക്കെ. പർച്ചേസ് ഓഫ് അസറ്റ്സ് ആർ നോട്ട് പർച്ചേസസ് ഇൻ അക്കൗണ്ടിങ് ടെർമിനോളജി ആസ് ദർ ആർ നോട്ട് മീൻ ഫോർ സെയിൽ. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മുന്നത്തെ ബേസിക് ക്ലാസ്സിൽ. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പർച്ചേസ് എന്ന് പറഞ്ഞാൽ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് എന്ന് പറയില്ല. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. സെയിൽസ് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒന്നുകൂടി പറയാം. ദ ടേം സെയിൽസ് ഇസ് യൂസ്ഡ് ഓൺലി ഫോർ ദ സെയിൽ ഓഫ് ഗുഡ്സ്. പർച്ചേസ് നമ്മൾ എന്താണ്? സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ, ഗുഡ്സ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചെങ്കിൽ സെയിൽ എന്ന വാക്ക് ഗുഡ്സ് വിൽക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാം. നമ്മൾ സോൾഡ് എന്ന് പറഞ്ഞാലും സെയിലാണ്. സോ സെയിൽ ഓഫ് ഗുഡ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് വിത്ത് ദ പർപ്പസ് ഓഫ് റീസെയിൽ. നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനങ്ങൾ വിൽക്കുമ്പോൾ അതിനെയാണ് സെയിൽ എന്ന് പറയുന്നത്. The term sales includes both the cash sales and credit sales. Sales നമുക്ക് രണ്ട് രീതിയിൽ നടത്താം, പർച്ചേസും രണ്ട് രീതിയിൽ നടത്താം. ഒന്ന് ക്യാഷ് സെയിൽസ്, ക്യാഷിന് വിൽക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ്, നമുക്ക് പിന്നെ പൈസ ഒന്നും പറഞ്ഞ് വിൽക്കാം. നമ്മൾ തൊട്ടടുത്ത കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പിന്നെ കൊടുക്കാന്ന് പറയാറില്ലേ, അതാണ് ക്രെഡിറ്റ് സെയിൽ. ഇൻ അക്കൗണ്ടിങ് ടെർമിനോളജി, സെയിൽ ഓഫ് അസറ്റ്സ് ആർ നോട്ട് സെയിൽസ്. നമ്മളൊരു വസ്തു വിറ്റു, ഇപ്പൊ ഫർണിച്ചർ, നമ്മുടെ പഴയ കമ്പ്യൂട്ടർ നമ്മൾ വിറ്റു, കുറച്ച് കാശ് കിട്ടി, പക്ഷെ അത് നമ്മൾ സെയിലാണെന്ന് പറയില്ല. നമ്മൾ അസറ്റ് വിൽക്കുമ്പോൾ സെയിൽ എന്ന് പറയാൻ പാടില്ല. ഗുഡ്സ് നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ വിൽക്കുമ്പോൾ മാത്രമാണ് സെയിൽ എന്ന് പറയാം. സെയിൽ ഷുഡ് ബി എ റെഗുലർ ഫീച്ചർ. എന്താ വെച്ചാൽ എല്ലാ ദിവസവും നമുക്ക് എന്താണ്? സെയിൽ നടക്കും. അപ്പൊ സെയിൽ എന്ന് പറയുന്ന സംഭവം എല്ലാ ദിവസവും ഉണ്ടാവും. പർച്ചേസ് എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല, പക്ഷെ സെയിൽ എല്ലാ ദിവസവും ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. ബിസിനസ് കൊടുക്കൂ. ഡെപ്റ്റേഴ്സ്. എന്താണ് ഡെപ്റ്റേഴ്സ്? നമ്മുടെ ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ളവരാണ് ഡെപ്റ്റേഴ്സ്. ഇപ്പൊ നിങ്ങളുടെ കൂട്ടുകാരൻ വന്നിട്ട് നിങ്ങളുടെ കടയിൽ നിന്ന് ഒരു 2000 രൂപ സാധനം വാങ്ങിച്ചിട്ട് പറഞ്ഞാൽ അടുത്ത ആഴ്ച തരാട്ടാന്ന് പറഞ്ഞു, അവൻ ഡെപ്റ്ററാണ്. ആരാണ്? debtor. The term debtors represent those persons or firms to whom goods have been sold on credit and the payment has not yet been received from them. അതായത് നമ്മൾ ചിലപ്പോൾ വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സാധനം വിറ്റു. എങ്ങനെ വിറ്റു? കടത്തിന് വിറ്റു. ക്രെഡിറ്റ്, ഓൺ ക്രെഡിറ്റ്. അവർ പൈസ എന്താണ് ഇതുവരെ തന്നിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി എന്താണ് ക്രെഡിറ്റേഴ്സ്? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ ഈ കടയിലെ സാധനങ്ങൾ മുഴുവൻ പൈസ കൊടുത്തിട്ടല്ല വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതേപോലെ തന്നെ വലിയ എന്താണ്
ഹോൾസെയിൽ ഡീലേഴ്സിന്റെ കടയിൽ ചെന്നിട്ട് അവരോട് പറയും അടുത്ത മാസം തരാമെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് നമ്മുടെ കടയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വിൽക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് അവരിൽ നിന്ന് വാങ്ങിച്ചില്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നാളെ ഈ പൈസ അവർക്ക് തിരിച്ച് കൊടുക്കണം. തിരിച്ചു കൊടുക്കാനുള്ളതാണ് എന്ത്, ക്രെഡിറ്റേഴ്സ്. അപ്പൊ അവരാരാണ് നമ്മുടെ ക്രെഡിറ്റേഴ്സ്. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു എന്ന് പറയാമോ, ഒരു 10,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എന്റെ ബി എന്ന് പറയുന്ന എന്റെ ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ട് ഞാൻ വെച്ച് വിറ്റ്. ഓക്കെ, ഈ എയോട് പറഞ്ഞിരിക്കുന്നത് ഒരു മാസം കഴിയുമ്പോൾ പൈസ തരാന്നാണ്. അപ്പൊ എ ആരാണ്, ക്രെഡിറ്റർ. ക്ലിയർ? A person or firm to whom an amount is owed by business is called creditor. ബിസിനസ് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിനെയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മോഹൻ ഇസ് എ ക്രെഡിറ്റർ ഫോർ ദ ഫിർം ഇഫ് ദ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫ്രം ഹിം ഓൺ ക്രെഡിറ്റ്. മോഹന്റെ കയ്യിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ മോഹൻ എന്താണ്, ഗുഡ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മോഹൻ നമ്മുടെ ക്രെഡിറ്റർ ആണ്. Creditors may also be creditors for expenses. It happens when certain expenses such as salaries, rent, wages, etc. remain due during the accounting period. അതായത് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 3 മാസത്തെ ശമ്പളം കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ നമ്മുടെ ക്രെഡിറ്റർ ആയി. കാരണം അയാൾക്ക് കൊടുക്കാണ്ട് നമ്മൾ, മനസ്സിലായോ? അപ്പൊ അങ്ങനെയും വരാം. റെന്റ്, വാടക, കൂലി, പലിശ, ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ബ്ലേഡിൽ നിന്ന് പലിശ കൊടുത്തിട്ട് പലിശ കൊടുത്തില്ലെങ്കിലോ നമ്മൾ എടുത്ത എമൗണ്ട് മാത്രമല്ല പലിശയും കൂടി കൊടുക്കണ്ടേ. അപ്പൊ ആ ബ്ലേഡ് കാരണം ആരാണ്, ക്രെഡിറ്റർ ആണ്. ഇനി 3 പ്രധാനപ്പെട്ട ടേമാണ് ലാഭം, ഇൻകം, ഗെയിൻ. പ്രോഫിറ്റ്, ഇൻകം, ഗെയിൻ. ഇത് 3ഉം എന്താണെന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, പ്രോഫിറ്റ് refers to the excess of sales over cost of goods sold. ഞാൻ 100 രൂപയുടെ ഒരു ഗുഡ്സ് 100 രൂപയുടെ ഒരു ഗുഡ്സ് വാങ്ങിച്ചിട്ട് ഞാനത് 150 രൂപക്ക് വിറ്റു. ഇത് കോസ്റ്റ്. 100 എന്നുള്ളത് എന്താണ്, കോസ്റ്റ്. ക്ലിയർ? ഇതെന്താണ്, സെയിൽ എമൗണ്ട് ആണ്, സെല്ലിംഗ് പ്രൈസ്. This is selling price. So ഈ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് അതിന് ചെലവായ പൈസ കുറയുമ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് ലാഭം. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 100 രൂപയുടെ ഷർട്ട് ഞാൻ എറണാകുളം വരെ ഒരു 25 രൂപ മുടക്കി വണ്ടി കാശിന് പോയി. അത് തിരിച്ച് ഞാൻ എന്റെ സ്ഥാപനത്തിൽ കൊടുത്തപ്പോൾ തിരിച്ചും 25 രൂപ വണ്ടി കാശായി. എന്നിട്ട് ഞാൻ 150 രൂപ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ലാഭം ഉണ്ടോ? ഇല്ല. കാരണം 100 രൂപ അവിടെ വെച്ച് തന്നെ ചെലവായി, 25 രൂപ വണ്ടിക്കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയായി. അപ്പൊ 50 രൂപയായി. ഇനി 150 രൂപ വിറ്റ് എന്തെങ്കിലും ലാഭം ഉണ്ടോ? ഇല്ല. അപ്പോ ലാഭം എന്ന് പറയുന്നത് ആകെയുണ്ടായ ചെലവിൽ നിന്ന് വിറ്റ ക്യാഷ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ ഇവിടെ 0 ലാഭമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇൻകം. ദ ടേം ഇൻകം ഈസ് സിനോമിനിയസ് വിത്ത് ദ ടേം പ്രോഫിറ്റ്. പ്രോഫിറ്റിന് പകരം ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇൻകം എന്ന് പറയുന്നത്. It may be defined as the excess of total revenues over total expense of the business. It is a favorable difference between the revenues and the expenses. അപ്പൊ നമ്മൾ ആദ്യം റവന്യൂ എന്താണ്, എക്സ്പെൻസ് എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇപ്പൊ 100 രൂപയുടെ ഷർട്ട് ഞാൻ എറണാകുളത്ത് പോയി വാങ്ങിച്ചു. ക്ലിയർ? അതിന് എനിക്ക് 50 രൂപ എന്താണ്, ട്രാവലിംഗ് എക്സ്പെൻസ് ആയി. അപ്പൊ 150 രൂപ ടോട്ടൽ കോസ്റ്റ് ആയി. ഞാനത് വിൽക്കുന്നത് 250 രൂപയ്ക്കാണ്. ഈ 250 രൂപയാണ് എന്റെ എന്തെന്ന് പറയുന്നത്, റവന്യൂ. ഇതാണ് എന്റെ റവന്യൂ. ക്ലിയർ? ഈ റവന്യൂ കിട്ടാൻ അതായത് 250 രൂപ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെലവാക്കിയോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പെൻസ് എന്ന് പറയുന്നത്. റവന്യൂ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെലവാക്കിയോ അതിനെയാണ് എന്ന് പറയുന്നത് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഞാനൊരു ഓട്ടോറിക്ഷയ്ക്ക് വന്നിട്ടുണ്ടോ, മനസ്സിലായോ? ചിലപ്പോൾ ഞാൻ എന്താണ് വിശന്നിട്ട് സഹിക്കാൻ പറ്റാത്ത ഒരു ബിരിയാണി എന്നുണ്ടോ, എന്തായിക്കോട്ടെ, ഈ 250 രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാശ് ചെലവാക്കിയത്. അതിന്റെ മൊത്തം നമുക്ക് എക്സ്പെൻസ് എന്ന് പറയാം. അപ്പോ ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത്, ഇൻകം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇൻകം പ്രോഫിറ്റ് ഒന്ന് തന്നെയല്ലേ സാർ? യെസ്. ബട്ട് എന്നാൽ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് കുറയ്ക്കണം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഗുഡ്സിന് നമ്മൾ എന്താണ് വാങ്ങിച്ച കാശ്, അത് വിറ്റ കാശ്, അതിന് നമ്മൾ വ്യത്യാസം. ഇനി എന്താണ് ഗെയിൻ? ഗെയിൻ എന്ന് പറയുമ്പോൾ ചിലപ്പോ ഗെയിനും ലോസ് 2 ടേമാണ്. അപ്പൊ ഗെയിൻ എന്താണെന്ന് നോക്കാം. ചിലപ്പോൾ നമുക്ക് എപ്പോഴും ചിലപ്പോൾ ഒരു അബ്നോർമൽ ആയിട്ട് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടിയെന്നിരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടില് ഈ ബെഡ്ഷീറ്റ് വിൽക്കാൻ വരാറുണ്ട്. അവര് വന്നിട്ട് പറയും ഇതിന് 1000 രൂപയാണ്. അപ്പൊ നമ്മള് വിലവേശി അത് 300 രൂപയാക്കി. അപ്പൊ നമ്മുടെ ഗെയിൻ എത്രയാണ്, 700. മനസ്സിലായോ? ചിലപ്പോ അതിന് 100 രൂപ ഉണ്ടാവുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്, ഓഹ്
നമ്മൾ 1000 രൂപയുടെ സാധനം എന്താണ് 700 രൂപക്ക് 300 രൂപ വാങ്ങിച്ചു. നോക്കിക്കോളൂ. ഗെയിൻ ഇസ് ദ ടേം വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മോണിറ്ററി ബെനിഫിറ്റ്. നമുക്ക് സാമ്പത്തികമായി എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയാൽ നമ്മൾ അതിനെ ഗെയിൻ എന്ന് പറയും. പ്രോഫിറ്റ് ഓർ അഡ്വാൻറ്റേജ് റിസൾട്ടിംഗ് ഫ്രം എ ബിസിനസ് ട്രാൻസാക്ഷൻ അതർ ദാൻ ഇറ്റ്സ് മെയിൻ ഓപ്പറേഷൻ. സാധാരണ ഗതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ബിൽഡിംഗ് കോസ്റ്റിംഗ് 4 lakhs is sold for 7 lakh. Rupees 3 lakh will be the gain on sale of building. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സ്ഥലത്തിന് 4 ലക്ഷം രൂപ വിലയുള്ളൂ, അല്ലെങ്കിൽ ബിൽഡിങ്ങിന് നമ്മൾ 7 ലക്ഷം രൂപ കിട്ടും. അയാളെ പറ്റിച്ച്. അപ്പൊ ഒരു 3 ലക്ഷം രൂപ നമുക്ക് എക്സ്ട്രാ കിട്ടി. അതിന് നമുക്ക് എന്ത് പറയാം? ഗെയിൻ എന്ന് പറയാം. ഓക്കെ. എക്സ്പെൻസ്, നേരത്തെ ഞാൻ പറഞ്ഞതാണ് എക്സ്പെൻസ്. അപ്പൊ എക്സ്പെൻസ് പഠിക്കുമ്പോൾ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് അറിയണം. എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ആദ്യം നമുക്ക് എക്സ്പെൻസ് എന്താണെന്ന് നോക്കാം. The term expense originates from the French word expendre, which means to spend out. നമ്മൾ ചെലവാക്കുക എന്നതിന്റെ അർത്ഥം. It is the amount spent in order to produce and sell the goods and services which produce the revenue. നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അതായത് നമ്മൾ വരുമാനം കിട്ടാൻ വേണ്ടി ചെലവാക്കുന്ന തുകയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. മനസ്സിലായി? എമൗണ്ട് സ്പെൻഡ് ഓർഡർ ടു പ്രൊഡ്യൂസ്, നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ടോ ഗുഡ്സ് വിൽക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടോ എന്ത് നമ്മൾ ചെലവാക്കുന്നു അതാണ് എക്സ്പെൻസ് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ആൻ എക്സ്പെൻസ് വിച്ച് ഇൻക്ലൂഡ് ഓൾ ദ എക്സ്പെൻസ് റിലേറ്റിംഗ് ടു പർച്ചേസ്, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് ഓഫ് ഗുഡ്സ്. ഉണ്ടാവും. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കണം, അത് കൊണ്ടുവരണം, അത് സൂക്ഷിച്ചു വെക്കണം, അതിനൊക്കെ വേണ്ടി വരുന്ന ചിലവുകളൊക്കെ എല്ലാം നമ്മൾ എന്താ പറയുക? എക്സ്പെൻസ് എന്ന് പറയും. Similarly, salaries, wages, interest, rent, advertisement, depreciation are also examples of expense. നമ്മളിപ്പോൾ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല, അവിടെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണം. നമ്മൾ എന്തൊക്കെ പൈസ നമ്മൾ ചെലവാക്കുന്നു ആ സാധനം ഒന്ന് വിൽക്കുന്നത് വരെ, അതാണ് എന്ത് അതിനുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അപ്പൊ എക്സ്പെൻഡിച്ചർ? രണ്ട് ടൈമിന്റെ ആവശ്യമുണ്ട്. എക്സ്പെൻസ് പോലെ എക്സ്പെൻഡിച്ചർ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. പർച്ചേസ് ഓഫ് ആൻ അസറ്റ്, ഗുഡ്സ് ഓർ സർവീസ് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ. നമ്മൾ ഒരു സാധനം അസറ്റ് വാങ്ങിച്ചു. ഈ അസറ്റ് വാങ്ങിക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം? എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. കാരണം അസറ്റ് നമ്മൾ വിൽക്കുന്നില്ല. നമുക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? അസറ്റ് വാങ്ങിക്കുന്നത്. ഇപ്പൊ ഞാനൊരു ഫർണിച്ചർ വാങ്ങിച്ചു, ഞാനൊരു 2 വീലർ വാങ്ങിച്ചു, വിൽക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. അപ്പൊ അതെന്താണ്? എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ദ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. അതെങ്ങനെയാണ് സാർ? എന്റെ കടയിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനാണ് ഉണ്ടായത്. ആ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉപയോഗിച്ച് ഞാൻ 3000 കോപ്പിയാണ് അടിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നി ഭയങ്കര തിരക്ക്. അപ്പൊ ഞാൻ ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനും കൂടി വാങ്ങിച്ചു. അപ്പൊ അതിനു വേണ്ടി ഞാൻ ചെലവാക്കിയത് എന്താണ്? എക്സ്പെൻഡിച്ചർ ആണ്. അതിന്റെ ഫലമായിട്ട് എന്റെ കപ്പാസിറ്റി കൂടി. 3000 കോപ്പി കൂടി അടിക്കാൻ പറ്റും. അപ്പൊ 6000 കോപ്പിയായി. അപ്പൊ 3000 കോപ്പി അടിച്ചുകൊണ്ടിരുന്ന ലാഭം എന്താണോ കിട്ടിക്കൊണ്ടിരുന്നത് അതിന്റെ ഇരട്ടി ലാഭം ഇനി കിട്ടും. അപ്പോ നമ്മളൊരു അസറ്റ് വാങ്ങിക്കുമ്പോൾ അതിനു വേണ്ടി ചെലവാക്കുന്ന തുകയെ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ബിസിനസിന്റെ എന്ത് കൂടും? ഏർണിംഗ് കപ്പാസിറ്റി, ലാഭം ഉണ്ടാക്കാനുള്ള കഴിവ് അത് കൂടും. ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ 2 കാറ്റഗറീസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ പർച്ചേസിംഗ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി ചെലവാക്കുന്ന തുകയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. യൂസ്ഡ് ഓവർ ലോങ് പീരിയഡ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് എന്താണ് ഫിക്സ്ഡ് അസറ്റ് എന്ന്. ഓക്കെ. ഇൻക്രീസ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. ഏർണിംഗ് കപ്പാസിറ്റി അത് ഇൻക്രീസ് ചെയ്യും. എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു ഏൺ റവന്യൂ ഫോർ ദ കറന്റ് പീരിയഡ് ആൻഡ് ഹൂസ് ബെനിഫിറ്റ്സ് ഗെറ്റ് എക്സ്പോസ്റ്റഡ് ഇൻ ദ ഇയർ ഇറ്റ് ഈസ് എന്താണ് ഇൻകേർഡ്. ഇപ്പൊ നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടി നമ്മൾ കുറച്ച് പൈസ എന്താണ് മുടക്കി. ആ അഡ്വർടൈസ്മെന്റിന്റെ തുക, ഫോർ എക്സാമ്പിൾ അമിതാഭ് ബച്ചനെ വെച്ച് നമ്മൾ പരസ്യം ചെയ്തു, 1 കോടി രൂപ കൊടുത്തു. ഇത് 1 കോടി രൂപ ഒരു ദിവസം കൊണ്ട് കിട്ടും? നമുക്ക് കിട്ടൂല. പക്ഷെ ആ 1 കോടി രൂപയുടെ ഫലമായിട്ട് നമുക്ക് കുറെ പേര് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നു, നമുക്ക് ലാഭം കിട്ടി. ഇപ്പൊ അപ്പോഴും 1 കോടി രൂപ കിട്ടിയിട്ടില്ല. അത് അടുത്ത കൊല്ലവും പിന്നത്തെ കൊല്ലവും പിന്നെ ഒരു 5-6 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ മുടക്കിയ പൈസ നമുക്ക് കിട്ടും. അപ്പോ ഇതിനെ നമുക്ക് എന്ത് പറയാം? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. കിട്ടിയോ? ഇനി അടുത്തൊരു ടേമാണ് ലോസ്, നഷ്ടം. നഷ്ടം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ബിസിനസ്സിൽ സെയിൽ ഇല്ലാത്തത് കൊണ്ട് നഷ്ടം വരാം, അല്ലെ? ഒരുപാട് ചെലവുകൾ വരുന്നത് കൊണ്ട് നമുക്ക് നഷ്ടം വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ കത്തിപ്പോവാം, അല്ലെങ്കിൽ കട്ടുകൊണ്ട് പോവാം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരാം, അല്ലെങ്കിൽ തീപിടുത്തം വരാം. ഇതൊക്കെ എന്താണ്? ലോസാണ്. ഈ നോർമലി വരുന്ന ലോസ് സ്വാഭാവികമാണ്. ഏതൊരു ബിസിനസ് ആയാലും ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. പക്ഷേ അബ്നോർമൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഒരാൾ തട്ടിക്കൊണ്ടു പോവാ, കട്ടുകൊണ്ട് പോവാ. സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കുറെ സാധനങ്ങളായിട്ട് അത് കട്ടുകൊണ്ട് പോകും. കുറെ സാധനങ്ങൾ കേടായി പോകും, കുറെ സാധനങ്ങൾ കേടാക്കും. അവിടെ ഉള്ളത് കുറെ സാധനങ്ങൾ കുറച്ച് ഇച്ചിരി കേടാണെങ്കിൽ അത് മൊത്തം കേടാക്കും. അങ്ങനെ പലതും ചെയ്യും, തട്ടിക്കൊണ്ടുപോകും.
അങ്ങനെ ഒരുപാട് ലോസസ് വരാറുണ്ട്. നോക്കാം. A loss is the term which expresses the excess of expenses over the revenue of business. നമ്മുടെ വരുമാനത്തെക്കാൾ കൂടുതൽ നമുക്ക് ചെലവ് വന്നു, നഷ്ടമാണ്. Sometimes in addition to the above, losses convey some other meaning. Losses എന്ന് പറഞ്ഞാൽ മറ്റു ചില മീനിങ്ങുകളുണ്ട്. Losses due to normal circumstances are known as normal losses. സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്നത് നോർമൽ ലോസസ്. Losses due to abnormal circumstances, അബ്നോർമൽ ആയിട്ട് സംഭവിക്കാറുണ്ട്, അതിനെയാണ് അബ്നോർമൽ ലോസസ് എന്ന് പറയുന്നത്. നോർമൽ ലോസസ് ആർ ദോസ് റിക്കറിംഗ് ലോസസ്, വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന ലോസസ് ആണ് നോർമൽ ലോസസ്, വിച്ച് ആർ ബൗണ്ട് ടു ഒക്കർ ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ. ബിസിനസിന്റെ പ്രവൃത്തി മൂലം ഉണ്ടാവുന്നതാണ് ഈ നോർമൽ ലോസസ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഇപ്പൊ നമ്മുടെ KSRTC നഷ്ടത്തിലാണ്, കാരണം എന്തോരം ഓടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെലവുകൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നത് നഷ്ടത്തിലാണ്. ഫോർ എക്സാമ്പിൾ, ലോസ് ഡ്യൂ ടു ലീക്കേജ്, സ്പോയിലേജ്, ഇവാപറേഷൻ. ഇപ്പൊ നമ്മളൊരു വസ്തു ഉണ്ടാക്കി, അത് സപ്പോസ് വെളിച്ചെണ്ണ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ എന്താണ് പോയി, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ പാത്രത്തിൽ പറ്റി പിടിച്ചു, നഷ്ടമാണ്, അത് പോകും. അത് എല്ലാപ്പോഴും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ പോകും. വെള്ളം നമ്മൾ എന്താണ് ടാങ്കി കയറ്റി കൊണ്ടുപോകുമ്പോൾ കുറെ വെള്ളം തള്ളിപ്പോകും, അത് എന്തായാലും പോകും. അപ്പൊ അങ്ങനെ ലീക്കേജ്, സ്പോയിലേജ്, ഇവാപറേഷൻ. ഇപ്പൊ പെട്രോൾ ആണെങ്കിൽ ഇവാപറേറ്റ് ചെയ്ത് കുറച്ച് പോകും, അത് ലോസ്, നോർമൽ ലോസ് ആണ്. എന്നാൽ അബ്നോർമൽ ലോസസ് ഉണ്ട്, നോൺ റിക്കറിംഗ് ലോസസ് എന്ന് പറയും. അതായത് എപ്പോഴെപ്പോഴൊന്നും ഉണ്ടാവില്ല, അത് നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. ഫോർ എക്സാമ്പിൾ, എക്സ്ട്രാ ഓർഡിനറി സച്ച് ആസ് എർത്ത്, ഭൂമി ഒലുങ്ങി എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി, അല്ലെങ്കിൽ എന്താണ് ഫയർ, തീ പിടിച്ചു, അല്ലെങ്കിൽ കട്ടുകൊണ്ട് പോയി, അല്ലെങ്കിൽ എന്താണ് വെള്ളപ്പൊക്കം വന്നു, ഫ്ലൂഡ് വന്നു, ആക്സിഡന്റ് സംഭവിച്ചു. ഇങ്ങനെയൊക്കെ ഇപ്പൊ പോണ നമ്മുടെ ഗുഡ്സ് കൊണ്ട് പോണ വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് താർന്നു പോയി. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരം ലോസുകൾ അബ്നോർമൽ ലോസസ്. ഇനി അടുത്തത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, നമ്മുടെ ഒരു ലൈബിലിറ്റി ആണ്. ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ശമ്പളം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാശില്ല. അപ്പൊ അടുത്ത മാസം തരാം, അടുത്ത മാസവും കൊടുത്തില്ല, പിന്നെ ഇത് മാസം തരാം, 3 മാസം കഴിയുമ്പോൾ പിടിച്ചിടി. ആ 3 മാസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് പൈസ കൊടുത്തേ പറ്റും. അയാൾക്ക് കൊടുക്കാനുള്ള സാലറിനെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയാം. നമ്മളൊരു സ്ഥാപനം നടത്തുന്ന റെന്റ് കൊടുത്തിട്ടില്ല, ചേട്ടൻ വന്ന് വെച്ച് ചേട്ടാ അടുത്ത മാസം തരാം, അടുത്ത മാസം വന്ന് വെച്ച് ചേട്ടാ പിന്നെ 1 മാസം കഴിഞ്ഞ് തരാം. അപ്പൊ അയാൾ എന്ത് പറഞ്ഞ് നടത്തണ്ട, കൂട്ടിക്കൊള്ളാൻ പറയും. അപ്പൊ അയാൾക്ക് നമുക്ക് കൊടുത്തു തീർക്കേണ്ട, അതായത് ഇതുവരെ കൊടുക്കാത്ത എന്താണ് വാടകയെ നമുക്ക് എന്ത് പറയാം, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്ന് പറയാം. So what is outstanding expense? These are expenses that have been incurred for earning revenue during a period but remains unpaid at the end of the accounting period. നമ്മൾ വാടക കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്തു, സ്ഥാപനം നടത്തി നമ്മൾ ലാഭം ഉണ്ടാക്കി, പക്ഷേ വാടക ഇപ്പോഴും കൊടുത്തിട്ടില്ല. അതായത് ഈ ചെലവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തുണ്ടാക്കി, വരുമാനം ഉണ്ടാക്കി, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഈ ചെലവ് ഇപ്പൊ ഇത്രയും നാളായിട്ട് കൊടുത്ത് തീർത്തിട്ടില്ല. അത്തരം ചെലവുകളാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അടുത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇത് നമ്മുടെ അസറ്റ് ആണ്. ദീസ് ആർ എക്സ്പെൻസ് ദാറ്റ് ഹാവ് ബീൻ പെയ്ഡ് ഇൻ കറന്റ് ഇയർ ബട്ട് റിലേറ്റഡ് ടു ഫ്യൂച്ചർ പീരിയഡ് ഓർ റിമെയിൻ അൺഎക്സ്പെയ്ഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കിപ്പോ നമ്മളൊരു സ്ഥലത്ത് സ്ഥാപനം നടത്തിയാണ്, ആ വാടക നമ്മൾ ഒരുമിച്ച് കൊടുത്തു, 1 വർഷത്തെ വാടക ഒരുമിച്ച് കൊടുത്തു. അപ്പൊ അത് നമ്മുടെ എന്താണ്, പ്രീപെയ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. നമ്മൾ മുൻകൂട്ടി വരുന്നതിന് മുന്നേ നമ്മൾ ചെലവാക്കി. അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോ അടുത്ത മാസം നിർത്തുകയാണെങ്കിൽ നമുക്ക് ആ കൊടുത്ത അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുത്ത പൈസ നമുക്ക് തിരിച്ചു വാങ്ങിക്കാം, നമ്മുടെ അസറ്റ് ആണ്. സോ അത്തരം എക്സ്പെൻസുകളാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. സപ്പോസ് ഇൻഷുറൻസ് നമ്മൾ ഒരുമിച്ച് അടയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് മാസം മാസം അടയ്ക്കാം. നമ്മൾ 1 വർഷത്തെ ഒരുമിച്ച് അടച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് എന്താണ്, പ്രീപെയ്ഡ് ആണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് മറ്റൊരു ടേമാണ് ഡിസ്കൗണ്ട്. എന്താണ് ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ട് ഇസ് ദ റിബേറ്റ് ഗിവൻ ബൈ ദ സെല്ലർ ടു ദ ബയർ. സെല്ലർ, വിൽക്കുന്ന ആള് വാങ്ങുന്ന ആൾക്ക് കൊടുക്കുന്ന എന്താണ്, ഇതാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. വിൽക്കുന്ന ആള് വാങ്ങുന്ന ആൾ. ഇപ്പൊ നിങ്ങളുടെ കടയിൽ വന്ന് ഒരു സാധനം വാങ്ങിച്ചു, അപ്പൊ നിങ്ങൾ എന്ത് കൊടുത്തു, 100 രൂപയുടെ സാധനത്തിന് നിങ്ങൾ പറഞ്ഞു 90 വന്നാൽ മതി, അതെന്താണ്, ഒരു ഡിസ്കൗണ്ട് ആണ്. സോ ഡിസ്കൗണ്ട് നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാൻ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും. എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട്? ദ പർപ്പസ് ഓഫ് ദിസ് ഡോക്യുമെന്റ് ഡിസ്കൗണ്ട് ഈസ് ടു pressure the buyer to buy more goods. നമ്മൾ വാങ്ങാൻ വന്ന ആൾ കുറെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. എന്താണെന്ന് നോക്കാം കേട്ടോ. ഇറ്റ് ഈസ് ഓഫർഡ് അറ്റ് an agreed percentage of list price at the time of selling goods. This discount is not recorded in the accounting books as it deducted in the invoice or cash memo. അതായത് ഇവിടെ നമ്മൾ ക്യാഷ് അല്ല കുറച്ച് കൊടുക്കുന്നത്. ഇപ്പൊ ഒരാള് ഒരു 10,000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട്. അപ്പൊ അയാള് 20,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കാൻ ശ്രമിക്കും. കാരണം അപ്പൊ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,000 രൂപ അയാൾക്ക് കിട്ടൂലേ. അപ്പൊ 20,000 രൂപ പ്രൊഡക്റ്റ് അയാൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് എത്ര രൂപ വാങ്ങിക്കുള്ളൂ? 18,000 രൂപ വാങ്ങിക്കുന്നുള്ളൂ. 2,000 രൂപ നമ്മൾ അത് കയ്യിലോട്ട് കൊടുക്കുന്നില്ലല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ക്യാഷും പോകുന്നില്ല. സോ അത്തരം ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട്. എന്നാൽ ക്യാഷ് ഡിസ്കൗണ്ട് അങ്ങനെയല്ല.
The objective of providing cash discount is to encourage the debtors to pay the dues promptly. This discount is recorded in the accounting books. ട്രേഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ബുക്കിൽ എഴുതപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം നമ്മൾ 18,000 സാധനം വിറ്റു, 18,000 നമുക്ക് കിട്ടി, 12,000 നമുക്ക് കിട്ടി. 2,000 രൂപ നമ്മൾ കുറച്ച് കൊടുത്തു എന്നുള്ളത് ഒരിക്കലും ക്യാഷിൽ നമ്മൾ കുറയുന്നില്ല. എന്നാൽ ക്യാഷ് ഡിസ്കൗണ്ട് അങ്ങനെയല്ല. നമ്മുടെ കടയിൽ നിന്ന് സാധനങ്ങൾ കടം വാങ്ങിപ്പോയ ഒരാൾ, 10,000 രൂപയുടെ സാധനം കടം വാങ്ങിപ്പോയ ഒരാൾ പിറ്റേ ദിവസം ക്യാഷുമായി വന്നൊക്കെയാണ്. നമ്മൾ വിചാരിച്ചത് ഒരാഴ്ച കഴിഞ്ഞ് വരുള്ളൂ എന്നാണ്. പക്ഷെ പിറ്റേ ദിവസം ക്യാഷുമായി വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, അത് ശരി, ഇത്രയും പെട്ടെന്ന് വന്നു സാർ, 10,000 രൂപ വേണ്ട, ഒരു 9,500 രൂപ മതി, 500 രൂപ സാറിന് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഈ 10,000 രൂപയിൽ 9,500 രൂപ നമുക്ക് തന്നിട്ട് 500 രൂപ അയാൾ തരാണ്ട് പോയി. അപ്പോ നമ്മൾ നേരത്തെ വിറ്റത് എത്രയാണ് എഴുതി വെച്ചിരിക്കുന്നത്? 10,000. ഇപ്പൊ എത്ര കിട്ടിയിട്ടുള്ളൂ? 9,500 രൂപ. 500 രൂപ പോയില്ലേ? അതെന്താണ്? ക്യാഷ് ഡിസ്കൗണ്ട്. നമുക്ക് നഷ്ടമാണ്, അത് കാണിച്ചേ പറ്റൂ. ബിസിനസ്സിൽ അത് അക്കൗണ്ടിൽ കാണിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ്. ഇൻകം ഈസ് എ വൈഡർ ടേം, വലിയൊരു ടേമാണ്, വിച്ച് ഇൻക്ലൂഡ്സ് പ്രോഫിറ്റ്. ലാഭവും അതിനകത്തുണ്ട്. ഇൻകം മീൻസ് ഇൻക്രീസ് ഇൻ ദ വെൽത്ത് ഓഫ് ദ എന്റർപ്രൈസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. നമ്മൾ ഒരു വർഷത്തെ കണക്കെടുത്തപ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ മൊത്തത്തിൽ ഒരു വരുമാനത്തിൽ മൊത്തത്തിൽ ഒരു ഇൻക്രീസ് കണ്ടു അസറ്റിലും എല്ലാത്തിലും. അതിനെ നമുക്ക് എന്ത് പറയാം? ഇൻകം എന്ന് പറയാം. സ്റ്റോക്ക്, the goods available with the business for sale on a particular date is known as stock. നമ്മൾ ഒരു പ്രത്യേക ദിവസം ഇന്ന് എത്ര രൂപയുടെ സാധനങ്ങൾ നമ്മുടെ ബിസിനസ് വിൽക്കാനുണ്ട്, അതാണ് എന്ത്? സ്റ്റോക്ക് എന്ന് പറയാം. കോസ്റ്റ് refers to expenditure incurred in acquiring, manufacturing and processing goods to make it saleable. ഒരു സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെലവാക്കുന്നോ അതിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. വൗച്ചർ, the documentary evidence in support of transaction is known as voucher. For example, if we buy goods for cash, we get a cash memo. If we buy goods on credit, we get an invoice. When we make payment, we get a receipt. നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ ചെന്നു കടയിൽ, അങ്ങനെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പേപ്പർ കിട്ടും. ആ പേപ്പറിൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിനാണ് ക്യാഷ് മെമ്മോ എന്ന് പറയുന്നത്. നമ്മൾ കടത്തിനാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പേപ്പറിന്റെ പേരാണ് ഇൻവോയ്സ്. ഓക്കെ, ക്ലിയർ? ഇനി വെൻ വി മേക്ക് പേയ്മെന്റ്, നമ്മൾ കടത്തിന് വാങ്ങിച്ച സാധനം അല്ലെങ്കിൽ പേയ്മെന്റ് എടുത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്? റെസീപ്റ്റ്. അങ്ങനെ ഉള്ള ഡോക്യുമെന്റിനെ വിളിക്കുന്ന പേരാണ് വൗച്ചർ. ബിൽസ് റിസീവബിൾ, ഇതൊരു അസറ്റ് ആണ്. എന്താണ് ബില്ല് നോക്കാം ആദ്യം തന്നെ. ഇപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന ആള് ഈ ഒരു ബിസിനസ്, ബി എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൽ ചെന്നിട്ട് കുറേ സാധനങ്ങൾ കടം വാങ്ങി, ഒരു 2 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കടം വാങ്ങി. അപ്പൊ ഇത്രയും വലിയൊരു എമൗണ്ടിന്റെ പർച്ചേസ് നടത്തിയോണ്ട് പെട്ടെന്ന് പൈസ കൊടുക്കാനില്ല. എ പറഞ്ഞു ഞാനൊരു 3 മാസം കഴിഞ്ഞ് തരാം. അപ്പൊ ബി പറഞ്ഞു ശരി, ആ ഒരു കാര്യം എനിക്കൊരു പേപ്പറിൽ എഴുതി തരാൻ പറയും. അങ്ങനെ എ എന്ത് ചെയ്തു? പേപ്പറിൽ എഴുതി കൊടുത്തു, 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഈ പൈസ തരാം. അങ്ങനെ ഈ പേപ്പർ ആര് കൈവശം വെക്കും? ബി കൈവശം വെക്കും. ബിയെ സംബന്ധിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ എ എന്ത് ചെയ്യണം? പൈസ തരണം. ബിയെ സംബന്ധിച്ച് ഈ ഒരു ഡോക്യുമെന്റ് ബിയുടെ അസറ്റ് ആണ്. അതായത് ബിക്ക് ഇതുകൊണ്ട് ക്യാഷ് കിട്ടും. വേണമെങ്കിൽ ഇത് ബാങ്കിൽ കൊണ്ട് കൊടുത്താലും ക്യാഷ് കിട്ടും. മനസ്സിലായോ? സോ അത്തരം ഡോക്യുമെന്റ് ആണ് ബിൽസ് റിസീവബിൾ. എന്നാൽ എ ഇതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് എയുടെ സ്ഥാപനത്തിൽ വന്ന് അത് സൂക്ഷിച്ചു വെക്കുമ്പോൾ എയെ സംബന്ധിച്ച് ഇതൊരു പേടി സ്വപ്നമാണ്. 3 മാസം കഴിയുമ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 2 ലക്ഷം ബിക്ക് കൊടുക്കണം. അപ്പൊ എയെ സംബന്ധിച്ച് ഈ ഡോക്യുമെന്റ് കൊടുക്കുവാനുള്ളതാണ്, ലൈബിലിറ്റി ആണ്, ബിൽസ് പേയബിൾ. അപ്പൊ ബിക്ക് ഇതെന്താണ്? ബിൽസ് റിസീവബിൾ. എക്ക് ഈ ഡോക്യുമെന്റ് എന്താണ്? ബിൽസ് പേയബിൾ. ഓക്കെ, ക്ലിയർ? So what is bills receivable? Bills receivable is an accounting term of bill of exchange. A bill of exchange is a bills receivable for seller at time of credit sale. വിൽക്കുന്ന ആളെ സംബന്ധിച്ച് ഇതെന്താണ്? പൈസ കിട്ടാനുള്ള എന്താണ്? ബില്ലാണ്. അതിനെ ബിൽസ് റിസീവബിൾ എന്ന് പറയും. Bills payable. Bills payable is also an accounting term of bill of exchange. A bill of exchange is a bills payable for purchaser at time of credit purchase. വാങ്ങുന്ന ആളെ സംബന്ധിച്ച് പേ ആണ് ബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. വാങ്ങുന്ന ആളെ സംബന്ധിച്ച് എന്താണ്? അത് കൊടുക്കുവാനുള്ള തുകയാണ്. അതിനെയാണെന്ന് പറയും ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. നമ്മൾ പർച്ചേസ് നേരത്തെ പറഞ്ഞു, പർച്ചേസ് റിട്ടേൺ പറഞ്ഞില്ല. പർച്ചേസ് എന്തായിരുന്നു? ടേം പർച്ചേസ് യൂസ്ഡ് ഓൺലി ഫോർ ഗുഡ്സ് പ്രൊക്യൂർഡ് ബൈ എ ബിസിനസ് ഫോർ റീസെയിൽ. വിൽക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് വാങ്ങിക്കുന്ന ഗുഡ്സ്, അതിനെയാണ് പർച്ചേസ് എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് ട്രേഡിംഗ് കൺസെപ്റ്റ് പർച്ചേസസ് ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് ഇൻ മാനുഫാക്ചറിംഗ് കൺസെപ്റ്റ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. നമ്മൾ വിൽക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അതെന്താണ്? ട്രേഡിംഗ് കൺസേൺ, അവര് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ആണ് എന്തെന്ന് വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്നത്. മാനുഫാക്ചറിംഗ് കൺസേൺ, അതായത് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന റോ മെറ്റീരിയൽസ് ആണ് അവർ ഉപയോഗിക്കുന്നത്.
അതിനെ പർച്ചേസ് എന്ന് പറയാം. ഓക്കെ, പർച്ചേസും ക്യാഷ് ആവാം, ക്രെഡിറ്റും ആവാം. എന്താണ് പർച്ചേസ് റിട്ടേൺ? നമ്മൾ വാങ്ങിച്ചൊരു സാധനം കൊള്ളില്ല എന്നുള്ള നമ്മൾ എന്താ ചെയ്യുക? തിരിച്ചു കൊണ്ടു കൊടുക്കും, അല്ലേ? അപ്പൊ അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ബ്രെഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി, 10 പാക്കറ്റ് ബ്രെഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി. അതിനകത്ത് ഒരു 5 ദിവസം കഴിഞ്ഞപ്പോ 4 പാക്കറ്റ് കേടായി പോയി. അപ്പൊ നമ്മൾ ആ സാധനം തിരിച്ചു കൊടുക്കും. അതിനെയാണ് പർച്ചേസ് റിട്ടേൺ. When purchased goods are returned to the supplier, these are known as purchase return. നമ്മൾ വാങ്ങിച്ച സാധനം സപ്ലയർക്ക്, നമുക്ക് തന്ന ആൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അതിനെ പർച്ചേസ് റിട്ടേൺ എന്ന് പറയും. Then what do you mean by sale? ഓൾറെഡി നമ്മൾ കണ്ടതാണ്. സെയിൽ ഓർ ടോട്ടൽ റെവന്യൂസ് ഫ്രം എ ഗുഡ്സ് സോൾഡ് ഓർ സർവീസ് പ്രൊവൈഡ് ടു കസ്റ്റമർ. കസ്റ്റമറിന് നമുക്ക് ഗുഡ്സ് വിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് കൊടുക്കുമ്പോഴോ നമുക്ക് കിട്ടുന്ന ടോട്ടൽ വരുമാനത്തെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് മേ ബി ക്യാഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. സെയിൽസും ഇതുപോലെ ക്യാഷിനും ആവാം, ക്രെഡിറ്റിനും ആവാം. ഇനി എന്താണ് സെയിൽസ് റിട്ടേൺ? വെൻ സോൾഡ് ഗുഡ്സ് ആർ റിട്ടേൺ ഫ്രം കസ്റ്റമർ. കസ്റ്റമർക്ക് നമ്മൾ സാധനം കൊടുത്തു, പക്ഷെ ചീത്തയായിരുന്നു. കസ്റ്റമർ തിരിച്ചു നല്ല ചീത്തയും പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ വിറ്റ സാധനം കൊള്ളില്ല എങ്കിൽ കസ്റ്റമർ തിരിച്ചു കൊണ്ടുവരും. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സെയിൽസ് റിട്ടേൺ. അതായത് സെയിൽ ചെയ്ത സാധനം തിരിച്ചു തരുന്നതാണ് സെയിൽസ് റിട്ടേൺ. പ്രോഫിറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞാൽ ചെറിയൊരു ഫോർമുല പറയാം. ദ എക്സസ് ഓഫ് റെവന്യൂസ് ഓവർ ഇറ്റ്സ് റിലേറ്റഡ് എക്സ്പെൻസ് ഡ്യൂറിംഗ് ആൻ അക്കൗണ്ടിംഗ് ഇയർ ഈസ് പ്രോഫിറ്റ്സ്. നമ്മൾ ഒരു അക്കൗണ്ടിങ്ങിന് നമുക്ക് കിട്ടിയ വരുമാനം, അത് നമ്മുടെ ചെലവ്, അത് കുറച്ചാൽ കിട്ടുന്നതാണ് ലാഭം എന്ന് പറയുന്നത്. ഗെയിൻ, എ നോൺ റിക്കറിംഗ് പ്രോഫിറ്റ് ഫ്രം ഈവന്റ്സ് ഓർ ട്രാൻസാക്ഷൻ ഇൻസിഡൻഷ്യൽ ടു ബിസിനസ് സച്ച് ആസ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അപ്രീസിയേഷൻ ദ വാല്യൂ ഓഫ് അസറ്റ് എക്സെട്ര. നമ്മൾ ഫിക്സഡ് അസറ്റ് കിട്ടും, അപ്പൊ നമുക്ക് കുറച്ച് പൈസ കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ 3 ലക്ഷം രൂപയുടെ സാധനം എന്താണ് 7 ലക്ഷം രൂപ കിട്ടും, അപ്പൊ 4 ലക്ഷം ലാഭം കിട്ടും. അതാണ് ഗെയിൻ. ലോസ്, the excess of expense of period over it is related to revenue stem as loss. അതായത് എക്സ്പെൻസിൽ നിന്ന് നമ്മൾ റവന്യൂ കുറയ്ക്കുമ്പോൾ എക്സ്പെൻസ് കൂടുതൽ, റവന്യൂ കുറവ്, നമ്മുടെ ചെലവ് കൂടുതൽ, വരുമാനം കുറവ്, ഇതാണ് ലോസ് എന്ന് പറയുന്നത്. ഇനി റെസീറ്റ്, 2 തരത്തിലുള്ള റെസീറ്റ് നമുക്ക് കിട്ടാം. ഒന്ന് റവന്യൂ റെസീറ്റ്, അതായത് those receipts which are occurred by normal operation of business like money received by sale of business. നമ്മൾ സാധാരണ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസയാണ് റവന്യൂ റെസീറ്റ്. ക്യാപിറ്റൽ റെസീറ്റ്, capital receipts are those which are occurred by other than business operation like money received by sale of fixed asset. നമ്മൾ ഫിക്സഡ് അസറ്റുകൾ വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ നമ്മുടെ സെയിൽ അല്ല, അതിനെന്താണ് ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി എക്സ്പെൻസുകൾ നമ്മൾ നേരത്തെ കണ്ടു. കോസ്റ്റ് ഇൻഗേർഡ് ബൈ എ ബിസിനസ് ഫോർ ഏർണിംഗ് റവന്യൂ ആണ് ആസ് എക്സ്പെൻസസ്. നമ്മൾ റവന്യൂ നേടാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ സെയിൽ നടക്കാൻ വേണ്ടി നമ്മളവിടെ ജോലിക്കാർക്ക് സാലറി കൊടുക്കും, വാടക കൊടുക്കും. അപ്പൊ നമ്മൾക്ക് വരുമാനം കിട്ടാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന തുകയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ, സ്പെൻഡിങ് മണി ഓർ ഇൻകറിംഗ് ലയബിലിറ്റി ഫോർ അക്വയറിംഗ് അസറ്റ്സ്. അസറ്റ് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി ചെലവാക്കുന്ന തുകയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ്. എക്സ്പെൻഡിച്ചർ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ, ബാക്കിയുള്ള നേരത്തെ പറയാം. ആദ്യം റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഈസ് എമൗണ്ട് സ്പെൻഡ് ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ യൂസ്ഡ് ഡ്യൂറിംഗ് ആൻ അക്കൗണ്ടിംഗ് പീരിയഡ് ഈസ് കോൾഡ് റവന്യൂ. ഫോർ എക്സാമ്പിൾ റെന്റ്. നമ്മൾ എമൗണ്ട് സ്പെൻഡ് ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ യൂസ്ഡ് ഡ്യൂറിംഗ് ആൻ അക്കൗണ്ടിംഗ് പീരിയഡ്. നമ്മൾ ഒരു അക്കൗണ്ടിംഗ് പീരീഡിൽ നമുക്ക് റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന തുകയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇസ് റിസീവ്ഡ് ഫോർ മോർ ദാൻ 1 year. ഇറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഫോർ എക്സാമ്പിൾ പർച്ചേസ് മെഷീനറി. എന്നാൽ മെഷീനറി നമ്മൾ വാങ്ങിക്കുന്ന തുക, അതൊരു അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി ചെലവാക്കുന്ന തുകയാണ്, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് 1 വർഷം കൊണ്ട് കിട്ടില്ല. നമ്മൾ 5 ലക്ഷം രൂപ കൊടുത്തിട്ട് 47 മെഷീൻ വാങ്ങിച്ചാൽ അപ്പൊ തന്നെ 1 മാസം കൊണ്ട് തന്നെ നമുക്ക് 5 ലക്ഷം കിട്ടില്ല. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. These are certain expenditure which are revenue in nature but benefit of which is derived over number of years. For example, huge advertisement expenditure. നേരത്തെ ഞാൻ പറഞ്ഞ നമ്മൾക്ക് 1 കോടി രൂപ മുടക്കിയിട്ട് നമ്മൾ ഒരു അമിതാഭ് ബച്ചനെ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെ പൈസ കിട്ടില്ല, വർഷങ്ങളോളം കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. So that's all about the basic terms. ഒരു അത്യാവശ്യം ടേംസുകളൊക്കെ +1 അക്കൗണ്ടൻസി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടേംസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ അറിയേണ്ടത് ഒരു സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്. ബുക്ക് കീപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. എന്താണത്? വെരി ഈസി ആണ്. നമ്മൾ ഒരു നിങ്ങളുടെ കോളേജിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ നിങ്ങളാണ് എന്റെ ക്യാഷ്. നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങൾക്ക് പൈസ തന്നു. ആ പൈസ നിങ്ങൾ ഈ കോളത്തിൽ എഴുതി, നിങ്ങൾ കൂട്ടുകാരെന്ന പൈസ ഒക്കെ ഈ കോളത്തിൽ എഴുതി. നിങ്ങൾ ഫുഡിന് വേണ്ടി ചെലവാക്കിയത് ഒരു 50 രൂപ, അത് ഇപ്പുറത്തെ കോളത്തിലും എഴുതണം. അപ്പൊ ബാക്കി എത്രയുണ്ട്? ബാക്കി ഇവിടെ 200, ഇവിടെ 50, ബാക്കി 180 രൂപ ബാലൻസ് ഉണ്ട്. ശരിയോ? അപ്പൊ നമ്മൾ ഇതിനെയാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിൽ ഈ സൈഡിൽ എഴുതുന്നതിന് നമ്മൾ ഡെബിറ്റ് എന്നും ഇപ്പുറ സൈഡിൽ എഴുതുന്നതിന് ക്രെഡിറ്റ് എന്നും പറയും. ക്ലിയർ? ഓക്കെ. അങ്ങനെ ഇപ്പൊ 100 രൂപ ഒരാൾ തന്നപ്പോ അതെന്താണ്? ഡെബിറ്റ് സൈഡിൽ എഴുതി. കിട്ടിയോ? ക്ലിയർ? നോക്കൂ, ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഇതാണ് ബിസിനസ്. ഈ ബിസിനസ് ഒരു സാധനം, സപ്പോസ്
എന്താണ് ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു പ്രൊഡക്റ്റ് ഈ ബിസിനസ് ഒരാൾക്ക് വിറ്റു. രമേശ് എന്ന് പറഞ്ഞ ഒരാൾക്ക് വിറ്റു. രമേശ് എന്താണ് ഇവിടെ ചെയ്തത്? വിൽക്കലാണ്. അപ്പൊ വിറ്റ കാര്യം എഴുതണ്ടേ? ആ വിറ്റ കാര്യം സെയിൽ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ എഴുതി വെക്കും. ക്ലിയർ? രമേശ് ആണെങ്കിലോ പൈസ തന്നു, ക്യാഷ്. അപ്പൊ അതെവിടെ എഴുതും? ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലും എഴുതും. ക്യാഷിന്റെ അക്കൗണ്ടിൽ അത് എഴുതുന്നത് ഇപ്പൊ 100 രൂപയുടെ സാധനം കിട്ടിയതായിരുന്നു. ക്യാഷിന്റെ അക്കൗണ്ടിൽ ഈ സൈഡിലും സെയിലിന്റെ അക്കൗണ്ടിൽ ഇപ്പുറത്തെ സൈഡിലുമാണ് എഴുതുക. മനസ്സിലായോ? അതായത് ക്യാഷിന്റെ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് സൈഡ് എഴുതി, സെയിലിന്റെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് സൈഡ് എഴുതി. രണ്ട് സൈഡ് ഏതൊക്കെയാണ്? ഒന്ന് ഡെബിറ്റ് സൈഡ്, ഒന്ന് ക്രെഡിറ്റ് സൈഡ്. അപ്പൊ ഈ 100 രൂപ തന്നെ രണ്ട് അക്കൗണ്ട് രണ്ട് സൈഡിൽ എഴുതിയില്ലേ? ക്യാഷിന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് എഴുതി, സെയിൽസിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് എഴുതി. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിൽ അത് ഡെബിറ്റ് സൈഡ് എഴുതും, മറ്റൊരു അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് സൈഡ് എഴുതും. അത് എങ്ങനെ എഴുതും എന്നുള്ളത് നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ കാണാം. ഓക്കെ. Double entry system of bookkeeping refers to a system of accounting under which both the aspects, debit or credit, of every transactions are recorded in the goods accounts involved. ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ഡെബിറ്റ് ക്രെഡിറ്റ് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്? അതാണ് ഡബിൾ എൻട്രി സിസ്റ്റം. The individual record of person or things, an item of income or expense is called an account. ഇങ്ങനെ ഓരോ ഇപ്പൊ രമേശിന്റെ പേരിലൊരു അക്കൗണ്ട്, കടത്തിനാണ് അയൽവാസിക്ക് രമേശിന്റെ പേരിലൊരു അക്കൗണ്ട്, സെയിൽസിന്റെ ഒരു അക്കൗണ്ട്, അങ്ങനെ ഓരോന്നിനും വേണ്ടി വരുന്ന അക്കൗണ്ടുകളാണ്, ഓരോന്നിനും വേണ്ടി വരുന്ന എന്താണ് ആ ഒരു ഡോക്യുമെന്റ് റെക്കോർഡിനെയാണ് നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. എവരി ഡെബിറ്റ് ഹാസ് ഈക്വൽ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എല്ലാ ഡെബിറ്റിനും ഈക്വൽ ആയിട്ടൊരു ക്രെഡിറ്റ് ഉണ്ടാവും. അതായത് ഇപ്പൊ നിങ്ങളൊരു കടയിൽ കയറി ചെന്നിട്ട് നമ്മളൊരു ചായ വാങ്ങിച്ചു. ഈ ചായ നിങ്ങൾക്ക് ഒരാൾ തന്നു, അയാൾ എന്ത് നിങ്ങൾക്ക് ഗീവ്, ഒരാൾ ഗീവ്, നിങ്ങൾക്ക് എന്താണ്? അയാൾ ഗീവ് കൊടുത്തു, നിങ്ങൾ എന്ത് ചെയ്തു? റിസീവ്. നിങ്ങൾ അയാൾക്ക് ക്യാഷ് കൊടുത്തു, അപ്പോൾ നിങ്ങൾ എന്താണ്? ഗീവ്, അതെന്താണ്? റിസീവ്. അപ്പൊ എവറി ട്രാൻസാക്ഷൻ ഹാസ് ഗീവിംഗ് ആൻഡ് എന്താണ്? റിസീവിംഗ്. രണ്ട് ആസ്പെക്ട് ഉണ്ട്. അതുപോലെ ഡെബിറ്റും ഉണ്ട്, ക്രെഡിറ്റും ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ സെക്ഷനിൽ മനസ്സിലാക്കും. സോ ദ ടോട്ടൽ ഓഫ് ഓൾ ഡെബിറ്റ്സ് മസ്റ്റ് ബി ഈക്വൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെബിറ്റ് 100 ഉണ്ടെങ്കിൽ ക്രെഡിറ്റും 100 ഉണ്ട്. അപ്പൊ ടോട്ടൽ ഓഫ് ഡെബിറ്റും ടോട്ടൽ ഓഫ് ക്രെഡിറ്റും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആവും? ഓക്കെ. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. വിസിറ്റ് നെക്സ്റ്റ് പാർട്ട് 10 ക്വസ്റ്റ്യൻസ്. നമ്മൾ പാർട്ട് 8 കുറെ ക്വസ്റ്റ്യൻസ് പഠിച്ചു. പാർട്ട് 10 നമ്മൾ അതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, അത് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക്, വാട്സപ്പ് നമ്പറിലേക്ക് 9747977418 നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക, ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഇപ്പൊ ഇത്രയും നേരം നിങ്ങൾ കണ്ടതൊക്കെ ഫ്രീ ക്ലാസ്സുകളാണ്. പിന്നീടുള്ള ക്ലാസ്സുകളൊന്നും ഫ്രീ ആവണമെന്നില്ല. ചില ക്ലാസ്സുകൾ മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. റെഗുലർ ആയിട്ട് വാച്ച് ചെയ്ത് പഠിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ, അതിന്റെ പ്രാക്ടിക്കൽ സെഷനിൽ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.